നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഉത്തരേന്ത്യയിലൊക്കെ ഇന്ന് ഒരു നേതാവ് ഒരു പാർട്ടിയിൽ നിൽക്കുക, നാളെ മറ്റൊരു പാർട്ടിയിൽ, മറ്റന്നാൾ അതുമല്ലാത്ത മറ്റൊരു പാർട്ടിയിൽ. ഇങ്ങനെയൊക്കെയുള്ള പതിവ് എത്രയോ പേരെങ്കിലും പറയാനുണ്ട്. പല പാർട്ടികളിലായി മത്സരിച്ച് ജയിക്കുകയും മന്ത്രിമാരാവുകയും മുഖ്യമന്ത്രിമാരാവുകയും ഓരോ പാർട്ടിയുടെയും സംസ്ഥാന അധ്യക്ഷന്മാരായി മാറിയൊക്കെ ഒരുപാട് നേതാക്കളുണ്ട്. പലരുടെയും അടിവേരുകളൊക്കെ ചികഞ്ഞു നോക്കിയാൽ ഇവർ പല തവണ പാർട്ടി മാറിയ നേതാക്കളൊക്കെ ആയിരിക്കും. ഇതിന് നമ്മുടെ ഗവർണർ അടക്കം അങ്ങനെ എത്രയോ തവണ പാർട്ടി മാറിയ ഒരു നേതാവാണ്. പക്ഷേ കേരളത്തിൽ അത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് CPM-ലേക്കോ അല്ലെങ്കിൽ CPM-ൽ നിന്ന് കോൺഗ്രസിലേക്കോ എന്നതിനപ്പുറത്തേക്ക് BJP-യിൽ നിന്ന് ഈ രണ്ട് പാർട്ടികളിലേക്കോ തിരിച്ചോ ഒക്കെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ ഒഴുക്ക് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്തിടെയായി ഇത് വർദ്ധിച്ചു വരികയാണ്. കാരണം ഇന്ന് BJP ആയിരിക്കുന്ന ആൾ നാളെ കോൺഗ്രസ് ആവുന്നു, കോൺഗ്രസ് ആയിരുന്നയാൾ CPM ആവുന്നു, CPM-ൽ നിന്ന് തിരിച്ച് കോൺഗ്രസിലേക്കും BJP-യിലേക്കും ഒക്കെ പോകുന്നു. അത്തരം വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വരുന്നവർക്കെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ കോളാണ്. പാർട്ടിയിൽ സ്ഥിരമായി വിശ്വസിച്ച് നിന്നുകൊണ്ട് ആ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുകയും വാദിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്യുന്ന, നിരന്തരം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ പരിഗണനയാണ് പാർട്ടി വിട്ട് ഇങ്ങനെ മറുകണ്ഠം ചാടി വരുന്നവർക്ക് എല്ലാ പാർട്ടികളും നൽകുന്നത് എന്ന് വേണം കരുതാൻ. ഏറ്റവും അവസാനത്തെ ഉദാഹരണം എടുത്താൽ P. സരിന് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിത്വമാണ് ലഭിക്കുന്നത്. സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിലേക്ക് വരുമ്പോൾ സ്ഥാനം തീരുമാനമായില്ലെങ്കിലും ജനറൽ സെക്രട്ടറി വരെ ആവാം എന്നുള്ള എത്രയോ കോൺഗ്രസ്സുകാർ നിൽക്കുമ്പോഴാണ് ആ സ്ഥാനത്തേക്ക് വരെ അദ്ദേഹത്തെ പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇനിയും പ്രധാനപ്പെട്ട പലരും ഇങ്ങനെ പാർട്ടി മാറിയാൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടുമൊക്കെ നിൽക്കുകയാണ്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പാർട്ടി മാറുന്നവർക്ക് ലോട്ടറിയോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. എറണാകുളത്ത് നിന്ന് മൈക്കിളാണ് ആദ്യ പ്രേക്ഷകനെത്തുന്നത്. ശ്രീ മൈക്കിൾ, ഈ പാർട്ടി മാറുന്ന നേതാക്കൾ പണ്ടുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പഴയ ഒരുപാട് നേതാക്കളുടെ കഥകളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി ഇങ്ങനെ ഇന്നൊരു പാർട്ടി നാളെ വേറൊരു പാർട്ടി, അതും ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ആശയപരമായി യാതൊരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത പാർട്ടിയിലേക്ക് മാറുന്നതിന് യാതൊരു തടസ്സവുമില്ലാതെ മാറുന്നു. പക്ഷേ അങ്ങനെ വരുന്നവർക്കൊക്കെ വലിയ സ്ഥാനങ്ങൾ കൊടുത്താണ് ഈ പാർട്ടികൾ സ്വീകരിക്കുന്നത്. അല്ലാതെ സ്ഥിരമായി പാർട്ടിയിൽ നിൽക്കുന്നവർക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ അംഗീകാരമൊക്കെയാണ് ഈ പാർട്ടി മാറി വരുന്നവർക്ക് ലഭിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ശ്രീ സന്തോഷാണ്. ശ്രീ സന്തോഷിന് പറയാം. ഈ പാർട്ടി മാറി വരുന്നവർക്ക് ഈ സ്ഥാനങ്ങൾ കൊടുക്കുമ്പോൾ കഷ്ടപ്പെടുന്ന അണികളുണ്ട്. അവരൊരു തിരിച്ചടി കൊടുക്കണം. കാരണം പ്രാദേശിക തലങ്ങളിൽ പോസ്റ്റ് ഒട്ടിച്ച് വരെ വരുന്നവർക്ക് ഒരു സ്ഥാനവുമില്ല. അവർക്ക് എന്നൊക്കെ ഈ പോസ്റ്റ് ഒട്ടിക്കലും ഇംഗ്ലാം വിളിക്കലും ചിന്താ വിളിക്കലൊക്കെ ഉള്ളൂ. ഇപ്പൊ നമുക്കറിയാം KV തോമസ് ഒക്കെ പാർട്ടിയിൽ ഏതൊക്കെ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നതാണ്. എന്നിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ എവിടെയാണ് ഇരിക്കുന്നത്? അയാൾക്കുള്ള സ്ഥാനം കൊടുത്തേക്കുന്നത്. ഇപ്പൊ സരിൻ CPM-ലേക്ക് പോയത് ഒരു ആശയത്തിന്റെ പേരിലല്ല. അവിടെ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ പോയി പെട്ടെന്ന് തന്നെ അവിടെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കി. ആ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അവിടെ പ്രവർത്തിച്ചിരുന്ന അണികൾക്ക് എന്താണ് കാര്യമുള്ളത്? ഇപ്പൊ സന്ദീപ് വാര്യർ വന്നു. സന്ദീപ് വാര്യർ ജനറൽ സെക്രട്ടറി പദവിയാണ് കൊടുക്കുന്നത്. ഇപ്പൊ പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് ആദ്യമേ ഈ പദവികളൊന്നും കൊടുക്കരുത്. പദവികൾ കൊടുക്കുമ്പോൾ എല്ലാവരും ഈ മേൽഘടകത്തിൽ നിന്ന് വരുന്നവർക്കേ ഉള്ളൂ. അതായത് പാവപ്പെട്ട ഒരുത്തനായി പോയി കഴിഞ്ഞാൽ കിട്ടുന്നു. ശരി, ഓക്കെ. എന്നാലും താങ്കൾ പറഞ്ഞ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നം ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ മുമ്പും ആളുകളൊക്കെ പാർട്ടി മാറില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ പാർട്ടി മാറിയിട്ടുണ്ട്. TK ഹംസ മുതൽ അങ്ങനെ ഒരുപാട് പേരുടെ കഥകളൊക്കെ ഉണ്ട്. ആശയപരമായ വ്യത്യാസത്തിന്റെ പേരിൽ പാർട്ടി മാറിയ അതിനും പഴയ ചരിത്രമൊക്കെ എടുത്താലുണ്ട്. പക്ഷേ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി നിരന്തരം പ്രധാനപ്പെട്ട നേതാക്കൾ മുതൽ പ്രാദേശിക നേതാക്കൾ വരെ പാർട്ടി ഇന്നൊരു പാർട്ടിയിൽ നിന്ന് നാളെ അവരുമായി ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്തൊരു പാർട്ടിയിലേക്കൊക്കെ മാറുന്നു. ആ പാർട്ടികളൊക്കെ ആണെങ്കിൽ ഇവർക്ക് വലിയ സ്ഥാനങ്ങളൊക്കെ കൊടുത്താണ് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? പറയണത് പിന്നെ അവിടെ നിൽക്കട്ടെ. ഇന്നലെ 22 മിനിറ്റ് നേരം ഹോൾഡ് ചെയ്തുന്ന എന്റെ കോള് കട്ട് ചെയ്തിട്ട് നിങ്ങൾ റോക്കറ്റ് വിട്ടോണ്ടിരുന്നിട്ട് 22 മിനിറ്റാണ് ഞാൻ ഇവിടെ ഇത് ഹോൾഡ് ചെയ്തോണ്ടിരുന്നത്. എന്നിട്ട് എന്റെ കോള് കട്ട് ചെയ്ത് തുടങ്ങുന്നേ. ശ്രീ ഉണ്ണികൃഷ്ണൻ, നമ്മള് ക്ഷമിക്കണം. ഇത് കേക്കൂ. 22 മിനിറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ മൊബൈലിൽ കൂടെ പിന്നെ റോക്കറ്റ് പോണത് കണ്ടത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്.
അതും പോട്ട് എന്റെ കാളത്തിന്റെ കട്ട് ചെയ്ത് കളഞ്ഞ നിങ്ങള്. താങ്കൾ കേൾക്കൂ. ഇനി താങ്കൾ പറഞ്ഞ ഞാൻ കേട്ടല്ലോ. ഇന്നലെ ഇതിനിടയിലാണ് പെട്ടെന്ന് ഈ പ്രോബ വിക്ഷേപണം വന്നത്. അത് അതേ പ്രാധാന്യമുള്ള ഇന്ത്യക്ക് ലോകത്ത് തന്നെ വലിയ നമ്മുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് നമ്മൾ 22 മിനിറ്റ് കയറി അത് താങ്കളുടെ കോൾ കട്ട് ചെയ്തതല്ല. ചിലപ്പോൾ പൊതുവേദിയിലേക്ക് നിരന്തരം അല്ല കട്ട് ചെയ്തതല്ല ശ്രീ ഉണ്ണികൃഷ്ണൻ, നിരന്തരമായി കോളുകൾ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ ചിലരുടെ കോളുകൾ കട്ടായി. ഇന്ന് തന്നെ ഏറ്റവും ആദ്യം വിളിച്ചാളുടെ കോൾ കണക്ട് ചെയ്ത ശേഷമാണ് കട്ടായിപ്പോയത്. നിരന്തരം കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കട്ടായി പോകും. എനിക്ക് ഇന്നലത്തെ വിഷയത്തിനെ കുറിച്ച് എനിക്ക് അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇന്നത്തെ വിഷയത്തെ കുറിച്ച് പറയാം. ഇന്നലെ ഇത്രയും പാവങ്ങളായിട്ടുള്ള ആൾക്കാരുടെ വൈദ്യുതി ഇങ്ങനെ ബില്ലുകൾ കൂട്ടി ശരി ഉണ്ണികൃഷ്ണൻ, ഇന്നത്തെ വിഷയത്തെ കുറിച്ച് പറയൂ. കേട്ടാ, ഇന്നത്തെ വിഷയം എന്തോന്ന്, പാവപ്പെട്ട ഈ നാടോ മാനോ കെട്ട് കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും നടക്കണ കുറെ എണ്ണം ഇതിന്റെ ബാക്കിലുണ്ട്. അവന്മാർക്ക് പ്രതികരിക്കാൻ നട്ടല്ലില്ലേ? ഇവനൊക്കെ ഇന്നലത്തേക്ക് ഇന്ന് കയറി വരുന്ന പാർട്ടിയിൽ നിന്ന് കയറി വരുന്നവന്മാർക്ക് ലോട്ടറി ഒന്നുമില്ല. നിങ്ങൾ ചോദ്യം 2 ലോട്ടറി ഉണ്ട്, ബമ്പറും ഉണ്ട്, അറിയാമോ? ബമ്പർ ലോട്ടറി ഉണ്ട്. അതിൽ ഒരുത്തന്നെ വായ്പ അവൻ കേസ് കൊടുത്തിരിക്കുക. അവന് ബമ്പർ ലോട്ടറി പാർട്ടിക്കാരെ പറഞ്ഞതിന്റെ സ്ഥിതിക്ക് അവന്റെ ജീവനും എല്ലാത്തിനും സ്വത്തിനും അവന്റെ കുടുംബത്തിനും സംരക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ് അവൻ കേസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ബമ്പർ ലോട്ടറി. അങ്ങനെ സംഭവം ഉണ്ട്. പിന്നെ 56 വെട്ടുപറ്റിയൊക്കെ കൊടുത്ത ബമ്പർ ലോട്ടറി അറിയാല്ലേ? അതുകൊണ്ട് ഈ ലോട്ടറി നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വെള്ളമുണ്ടയിൽ നിന്നും ശ്രീ സൂപ്പിയാണ്. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരാൾ പാർട്ടി ആശയപരമായ തിരിച്ചറിവ് കൊണ്ട് ഒരാൾ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റു പാർട്ടിയിലേക്ക് വരാം, അത് സ്വാഭാവികമാണ്. ഒരാൾ ഞാൻ വിശ്വസിച്ച ആശയത്തിൽ തെറ്റുണ്ടായി, അതിന് പകരം അത് തിരിച്ചറിവിൻ്റെ കൂടി ഫലമാണ്. പക്ഷേ ഇപ്പോൾ പലരും മാറുന്നതൊന്നും അങ്ങനെ ഒരു വലിയ തിരിച്ചറിവിൻ്റെ ഫലമൊന്നുമല്ല. അത് സ്ഥാനത്തിന് വേണ്ടി മാത്രമാണ് മാറുന്നതെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യനും തിരിച്ചറിയാൻ വലിയ പ്രയാസവുമില്ല. അങ്ങനെയൊക്കെ വരുന്നവരെ ഈ വലിയ സ്ഥാനങ്ങളൊക്കെ കൊടുത്ത് സ്വീകരിച്ചിരുത്തുന്ന പതിവ് ഉത്തരേന്ത്യയിലേക്ക് പോലെ കേരളവും തുടങ്ങിയത്, അതിലൊരു പാർട്ടിയും വ്യത്യസ്തമല്ല എന്ന് കൂടി പറയട്ടെ, അത് ശരിയാണോ? രാഷ്ട്രീയത്തിനെ സംബന്ധിച്ച് പറയാച്ചാല് ഇതന്നെ തന്നെയാ രാഷ്ട്രീയം. അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി. ഞാൻ തന്നെ രാഷ്ട്രീയം മാറിയത്. ഞാൻ കോൺഗ്രസിന് സിദ്ധിഭവനൊക്കെ വന്ന ആളാണ്. പിന്നെ ടി കെ ഹംസ മാറിയപ്പോൾ അദ്ദേഹം അവിടെ മഞ്ചേരിയിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുപോലുള്ള നേതാവ് അബ്ദുള്ളക്കുട്ടി BJP-യിൽ പോയി. അതിന് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഇപ്പം കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം എപ്പം മാറുന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം കോൺഗ്രസിലേക്ക് തിരിച്ചു വരാൻ സാധ്യത ഉണ്ടെന്നാ കേൾക്കുന്നത്. പക്ഷെ അതേ ഉത്തർപ്രദേശ് പോലെ കേരളം ആവും എന്നുള്ളത് ശരിയല്ല. ഉത്തർപ്രദേശും കേരളവും ഒരുപാട് വ്യത്യാസമുണ്ട്. ഉത്തർപ്രദേശ് പോലെ കേരളമാകുമെന്ന് ആര് പറഞ്ഞു? അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ. അങ്ങനത്തെ ഒരു ചർച്ച വന്നല്ലോ നിങ്ങൾ ഒരു കുറച്ചു മുമ്പ്. ഇല്ല, അങ്ങനെ ഒരു ചർച്ച വന്നില്ല. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇത്തരം പാർട്ടി മാറ്റം സാധാരണമാണ്. കേരളത്തിൽ അത്തരം പാർട്ടി മാറ്റം സാധാരണമായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ നിരന്തരം പാർട്ടി മാറ്റം. ഒരു എല്ലാ ആഴ്ചയും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു പ്രാദേശിക നേതാവോ പ്രധാന നേതാവോ ഒക്കെ മാറിയ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് പിന്നെ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ മാറുന്നല്ലേ. ഇപ്പൊ പിന്നെ കെ സുധാകരൻ അധികാരമൊന്നായിട്ടില്ലല്ലോ KPCC പ്രസിഡന്റ് ആയിട്ട്. പക്ഷെ അതുപോലത്തെ എല്ലാ നേതാക്കളും മാറ്റങ്ങൾ ഉണ്ടാവുന്ന എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. എന്തായാലും നമ്മൾ ആശയപരമായി ഒരു പാർട്ടിയുടെ ആശയം തെറ്റാണ്, അതിനേക്കാൾ ശരിയായ ഒരു ആശയം, ഒരാൾ ഒരു പാർട്ടിയിൽ വിശ്വസിച്ചു പോയതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അതിൽ വിശ്വസിക്കണം എന്നൊന്നുമില്ല. അവർക്ക് തിരിച്ചറിവുണ്ടായാൽ മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായി മാറിയ ഈ ആൾക്കാരൊന്നും ആശയപരമായ രീതിയിൽ ഒന്നും മാറിയതല്ല. അവർക്ക് അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ട്, സ്ഥാനം കിട്ടാത്തതുകൊണ്ടുള്ള മാറ്റമാണ് എന്ന് തിരിച്ചറിയാൻ പ്രത്യേകിച്ച് ഇവരുടെ വാക്കുകളൊന്നും കേൾക്കേണ്ടതില്ല. സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യനും മനസ്സിലാവുന്നതിന് മലയാളത്തിലൊക്കെ ഒരു ചൊല്ല് പറയുന്നത് പോലെ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ ഇത് എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിയാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാജനാണ് കൊല്ലത്ത് നിന്നും. ശ്രീരാജൻ, ഈ ഒരു പാർട്ടിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവർക്ക് അങ്ങനെ കിട്ടുന്നതിനേക്കാൾ വലിയ സ്ഥാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെയാണ് മറ്റൊരു പാർട്ടിയിൽ നിന്ന് ചാടി ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് ചെന്നാൽ ഇപ്പോൾ നൽകുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, ഞാൻ ശകലം പുറമോട്ട് പോവാ. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി തോറ്റു. നാട് മുഴുവൻ കോൺഗ്രസ് തോറ്റപ്പം ഞങ്ങളുടെ ഏറ്റവും നല്ല നീതിമാനും ഭക്തനുമായ ഞങ്ങളുടെ AK ആന്റണി പിന്നെ ഇടതുപക്ഷത്ത് ചേർന്നു. പുള്ളി ഭയങ്കര സ്ഥാനമാനങ്ങളൊക്കെ കിട്ടി അങ്ങനെ പോവായിരുന്നു. തിരിച്ച് കുറച്ച് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നു. കോൺഗ്രസ് കേരളത്തിലൊക്കെ ശക്തിയായി, കരുണാകരൻ വന്നു. അങ്ങനെ പുള്ളി തിരിച്ചു ചാടിയതിനു ശേഷം എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ശ്രീരാജൻ
ഈ കെ ആന്റണിയും അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ ചാടി പാർട്ടി മാറിയ കഥകളൊക്കെ പറഞ്ഞാൽ അതങ്ങ് ഒരുപാട് പഴയ കഥകൾ പോലെ പറയേണ്ടി വരും. അല്ല, താങ്കൾ പറയുന്നത് എനിക്ക് നമ്മൾ സ്ഥിരമായി സംസാരിക്കുന്നതല്ലേ, താങ്കൾ സംസാരിക്കുന്നതല്ലേ. നമ്മുടെ ചോദ്യം അങ്ങനെ ഇത് കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി മാത്രമല്ല, കോൺഗ്രസ് മാത്രമല്ല, CPM മാത്രമല്ല, BJP മാത്രമല്ല, ഇവരെല്ലാവരും ഈ പാർട്ടി ചാടി അപ്പുറത്ത് വരുമ്പോൾ ഈ സരിൻ എങ്ങനെ സ്ഥാനാർത്ഥിയാവുന്ന ഒരു പാർട്ടിയിൽ നിന്ന് സരിൻ ആശയപരമായി തിരിച്ചറിഞ്ഞ് വന്ന ആളെന്ന് വന്ന് സാധാരണ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. സന്ദീപ് വാര്യരെ കൊണ്ട് പറഞ്ഞ ആശയം മാറി വന്ന ആളാണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. സാറേ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേക്ക്. എന്നിട്ട് പുള്ളി എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചതിന് ശേഷം സ്വന്തം മോനോട് പറഞ്ഞു ഈ കട നഷ്ടത്തില, അപ്പുറത്തെ കടയിൽ പോയി ചേർന്നോളാൻ പറഞ്ഞു. പുള്ളി BJP ചേർന്ന് ഇനി മന്ത്രിയൊക്കെ ആവും. തരിനും അത് തന്നെ ചെയ്തത്. തരിന് ഇപ്പുറത്ത് നിന്നിട്ട് സ്ഥാനമാനങ്ങളൊന്നും കിട്ടിയില്ല. ഇപ്പൊ പത്മജപ്പ ചാടി സ്ഥാനമാനങ്ങളൊന്നും കിട്ടിയില്ല. 4-5 തവണ മത്സരിച്ച് എങ്ങും ജയിച്ചില്ല. ഈ BJPയിലൊന്നും ശ്രമിക്കാം. അതിനെന്താ സാറേ, ഇപ്പൊ എനിക്ക് പണ്ട് CBIയിലായിരുന്നു ജോലി. അവിടുന്ന് ഞാൻ വിദേശകാര്യത്തിൽ എനിക്ക് ജോലി കിട്ടിയപ്പോ ഞാൻ അങ്ങോട്ട് മാറി. വാട്ട് ഈസ് ദ പ്രോബ്ലം? ശരി, ഓക്കെ. ജനങ്ങളെ എങ്ങനെ വേണമെങ്കിലും ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിലേക്ക് ഇതിനെ എടുക്കാം. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദാസനാണ് കണ്ണൂരിൽ. ശ്രീദാസൻ, കേരളത്തിൽ ഇങ്ങനെ പാർട്ടി മാറി വരുന്നവർക്ക് വലിയ സ്ഥാനങ്ങളൊക്കെ കൊടുത്താണ് ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ അവരെ സ്വീകരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇത് ആശയപരമായിട്ട് ഒരാൾ മാറുന്നില്ല. ഇപ്പൊ കുറച്ച് കാലങ്ങൾ നമ്മൾ നോക്കാം, ഈ KV തോമസ്, PC ചാക്കോ, PM സുരേഷ് ബാബു, ലതിക സുഭാഷ്, KP അനിൽകുമാർ, കോൺഗ്രസ് തന്നെ പറയാം. ഇങ്ങനെ ഓരോ ആൾക്കാരും ആശയപരമായിട്ട് ആശയപരമായ മാറ്റാണ്. ഇത് ശരിക്കും ജീവിത ഉപാധിയായിട്ട് കാണാം രാഷ്ട്രീയത്തിനാണ്. ഈ നാട്ടുകാരെ പറ്റിച്ചിട്ട് ഇത് ഒന്നാമത് ഈ സുഖലോലുപത രാഷ്ട്രീയ നേതാവ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഈ നാട്ടിലെ ഓരോ മന്ത്രിനെ കറണ്ട് ബില്ല് കിരൺ ബാബു അന്വേഷിച്ചു നോക്ക്. ഓരോ മാസം വരുന്ന കറണ്ട് ബില്ല് 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ഒരു മന്ത്രിന്റെ. ഇത് വെറുതെ പറയുന്നില്ല. അപ്പൊ ഇവരെ വീട്ടിലെ ബാത്റൂമിലെ ഈ AC ഫിറ്റായിക്കൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ നാട്ടുകാരെ ഇങ്ങനെ സൂഹിക്കുവായി രാഷ്ട്രീയക്കാർ. ഇവർക്കൊന്നും ഒരു ആദർശവും ഇല്ല. തൽക്കാലം എങ്ങനെ ജീവിച്ചു പോവാ, നല്ല അന്തസ്സായി ജീവിക്കുക, അങ്ങനെ നല്ല സുഖമല്ല. ഏറ്റവും നല്ല പാവപ്പെട്ടവന്റെ ഈ നികുതി പണം കൊണ്ട് സുഖമായിട്ട് അടിച്ചുപൊളിച്ച് ജീവിക്കുക. ഇവരൊന്നും ശരിക്കും ഒരു പാർട്ടി ഇങ്ങനത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പാടുന്ന ആൾക്കാരുണ്ട്. എന്താ ആദ്യം പറയുന്നത് ഇവരെ പറ്റി അധികം. ശരി, ഓക്കെ. നമുക്ക് ശ്രീ രാജശേഖരൻ കൂടി ചേരുന്നു. റാന്നിയിൽ നിന്നാണ് രാജശേഖരൻ. ശ്രീ രാജശേഖരൻ, താങ്കൾക്ക് എന്താണ് ഇത്തരം ചട്ടക്കാരെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പാർട്ടിയിൽ നിന്നും ഒരു മരത്തിന്റെ ചില്ലയിൽ നിന്നും മറ്റൊരു മരത്തിന്റെ ചില്ലയിലേക്ക് ചാടുന്ന വാനരന്മാരെ പോലെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം അധപ്പതിച്ചിരിക്കുന്നത്. അവരുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയും അപ്പക്കഷ്ണത്തിനുണ്ടോ അവർ ചാടിക്കോട്ടെ. പക്ഷേ രാഷ്ട്രീയ പ്രബുദ്ധരെന്ന് അടിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഇവരുടെയൊക്കെ പുറകെ വോട്ട് ചെയ്യാനും കൊടിപിടിക്കാനും പോകുന്നതല്ലേ ഇതിന് കാരണം? ഇങ്ങനെയുള്ള മരംചാട്ടക്കാരായ കുരങ്ങന്മാരെ അവഗണിച്ചാൽ തീർച്ചയായും ഈ ചാട്ടത്തിന് ഒരു അറുതി വരുത്താൻ സാധിക്കുകയില്ല എന്നാണ് എന്റെ ഒരു ആശയമുള്ളത്. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, ഈ കേരളത്തിൽ പാർട്ടി മാറ്റമൊക്കെ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മുമ്പ് പാർട്ടി മാറ്റമൊക്കെ ഉണ്ടാകുന്നത് ആശയപരമായ തിരിച്ചറിവുകളിൽ നിന്നായിരുന്നു. പക്ഷേ അങ്ങനെ ഇപ്പോഴും പാർട്ടി മാറുന്ന ആളുകളൊക്കെ ഉണ്ട് സാധാരണ നിലയിലൊക്കെ. പക്ഷേ പ്രധാനപ്പെട്ട പല നേതാക്കളുടെയും പാർട്ടി മാറ്റം അങ്ങനെ അവർ പുറമേക്ക് പറയുന്നത് പോലെ ആശയമൊന്നുമല്ല, ആമാശയപരമാണ് എന്ന് നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ അത്തരത്തിലേക്കാണ് തിരിച്ചറിയാനും നമുക്ക് സാമാന്യ ബുദ്ധിമതിയാവും. എന്താണ് ഇത്തരക്കാരെ കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം കിരണേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. കിരണേ, ഇത് കേട്ടാ തോന്നുമല്ലോ ഇത് ഇവിടെ ആദ്യ സംഭവമാണ് ഇതെന്നുള്ളത്. CPMന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര പേജ് എഴുതാനുണ്ട്, എത്ര പേര്. അവരാണ് ഏറ്റവും കൂടുതൽ ആളുകളെ മാറ്റിക്കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കുകയും ഓരോ കോർപ്പറേഷന്റെ അല്ലാത്തതിന്റെ ഒക്കെ ഡൽഹിയിൽ ഒരാളിരിപ്പുണ്ട് കേരളത്തിന്റെ പ്രതിനിധിയായിട്ട്. ഇതൊക്കെ സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ടല്ലേ പോകുന്നത്. ഇതൊരു ആദ്യ സംഭവമല്ല. ഇന്നലെ അതിലും വലിയൊരു സംഭവം ഇവിടെ കേരളത്തിലുണ്ടായല്ലോ. അതായിരുന്നു ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. സത്യത്തിൽ ഇന്ന് പൊതുവേദി പ്രതീക്ഷിക്കുന്ന സംഭവം അതായിരുന്നു. ഏത് സംഭവം അറിയോ? ശബരിമലയിലുണ്ടായത്. ഒരു സിനിമാ നടനെ കൊണ്ട് കുറെ പോലീസുകാർ കൊണ്ടുപോയി ഹരിവരാസനം പാടുന്ന സമയത്ത് എത്ര സമയമാണ് അവിടെ കൊണ്ടുപോയി പുറകിൽ ഭക്തരുടെ വഴിമുടക്കിയത്. അതിപ്പോ കോടതിയിൽ നിന്ന് പറഞ്ഞതിന് ബാക്കിയുണ്ടാ വല്ലതും. അതൊക്കെയാണ് ചർച്ചയാക്കേണ്ടത്. ഇതൊക്കെ നിത്യ സംഭവമാണെങ്കിൽ ഇതൊക്കെ ജനങ്ങളും മടുക്കും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും. അതുകൊണ്ട് ദയവായിട്ട് ഇത്തരം വിഷയങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഒഴിവാക്കുക. സംഭവമൊന്നുമല്ല. ശരി, ഓക്കെ. എന്തായാലും കേരളത്തിൽ നമ്മൾ ഇത്തരം വിഷയം എടുക്കാനതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വലിയ സ്ഥാനങ്ങളാണ് ഓരോരുത്തർക്കും. ഏറ്റവും അവസാനത്തെ വാർത്ത, അത് സ്ഥിരീകരണം വന്നിട്ടില്ല, KPCC ജനറൽ സെക്രട്ടറി ആവും സന്ദീപ് വാര്യർ എന്ന് പറയുന്നു. അതിന് തൊട്ട് മുമ്പായി ഉണ്ടായത് അതേ സമാനമായ രീതിയിൽ തന്നെയാണ് CPMലേക്ക് കോൺഗ്രസ് വിട്ടുവരുന്ന P സരിൻ അവിടെ സ്ഥാനാർത്ഥിയാവുന്നു. ചില CPM നേതാക്കളൊക്കെ BJPയിലേക്ക് പോകുന്നു. അങ്ങനെ പല പാർട്ടിയിൽ മാറിയും തിരിഞ്ഞുമൊക്കെ മാറി വന്ന നേതാക്കൾക്ക് വലിയ സ്ഥാനങ്ങൾ കിട്ടിയ നേതാക്കളുമുണ്ട്, സ്ഥാനം കിട്ടാതെ പോയവരുമുണ്ട്. പക്ഷേ അടുത്ത കാലത്തായി വലിയ സ്ഥാനങ്ങളൊക്കെയാണ് അങ്ങനെയുള്ള നേതാക്കൾക്ക്. ഈ തിരുവിതാംകൂർ ശബരിമലയായി പറഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനമായിട്ട് PS പ്രശാന്ത് അടക്കമുള്ളവർ
കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് വന്നവരാണ്. അങ്ങനെ വലിയ സ്ഥാനങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ മറ്റു പാർട്ടിയിൽ നിന്ന് ആളുകളെ എടുക്കുന്ന രീതിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അടുത്ത പ്രേക്ഷകൻ കൂടി സംസാരിക്കാം. ഹേമലതയാണ് ചാലക്കുടിയിൽ നിന്ന്. ശ്രീമതി ഹേമലത, പറയാം. നമസ്കാരം സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയക്കാരാവുന്നത് രാജ്യസ്നേഹം ഉദ്ദേശിച്ചാണല്ലോ ഇവർ രാഷ്ട്രീയക്കാരാവുന്നത്. കഴിഞ്ഞുപോയ നേതാക്കളിലും നിലവിലുള്ള നേതാക്കളിലും കുടുംബത്തിൽ നിന്നും എത്ര പേർ രാജ്യസുരക്ഷ വിഭാഗത്തിലുണ്ടെന്ന് നോക്കിയാൽ ഇവരുടെയൊക്കെ കള്ളക്കളി നമുക്ക് മനസ്സിലാവും. ഇവർ മറുകണ്ഠം ചാടി പോകുന്ന സ്വന്തം കീശ വീർപ്പിക്കാനാ ആണോ? രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ കുടുംബം രക്ഷപ്പെട്ടു, സ്ഥാനമാനങ്ങൾ നേടാം, എല്ലാം ഉണ്ട്. ഈ പുതിയ വിദ്യാഭ്യാസമില്ലാത്തവരൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന, യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസമില്ലാതെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയവരൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ ഈ വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരെക്കാൾ മെച്ചപ്പെട്ടവരെന്ന് കൂടി തിരിച്ചറിയുന്ന ഒരു കാലമാണ് എന്തായാലും അവരെ മിക്കവാറും പേരൊക്കെ. സാറേ ഞാൻ പറയട്ടെ, ഇവരുടെ കയ്യിലൊക്കെ LLB മറ്റേ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. പണ്ടൊരു സംസാരം ഉണ്ടായിരുന്നു, ഒരു സ്ഥലത്ത് നിന്ന് LLE സർട്ടിഫിക്കറ്റ് ഇത്ര കാശ് കൊടുത്താൽ കിട്ടുമെന്നുണ്ട്. ഏത് രാഷ്ട്രീയക്കാരും നോക്കി അഡ്വക്കേറ്റാ ഫ്രണ്ടില്, അവരുടെ പേരിനോട് മുമ്പ് ചേർക്കും അഡ്വക്കേറ്റ്. ശരി, അങ്ങനെ എല്ലാവരും നമ്മൾ അങ്ങനെ എല്ലാവരുടെയും അഡ്വക്കേറ്റ് എന്നുള്ളവർ പഠിച്ചു. ചിലപ്പോൾ അപൂർവമായി പേര് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. പക്ഷേ കേരളത്തിൽ ഇല്ലെന്ന് പറയാം. എന്നിട്ട് ഇവര് കീശ വീർപ്പിക്കാനായിട്ട് സ്വന്തം കുടുംബത്തെ രക്ഷപ്പെടുത്താൻ അവരുടെ. ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, കേരളത്തിലെ ഒരു പാർട്ടിയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ വമ്പൻ ഓഫറുകളൊക്കെ കൊടുത്താണ് ഇപ്പോൾ മറ്റൊരു പാർട്ടിയിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് സ്വീകരിക്കുന്നത്. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. എന്റെ അറിവ് ശരിയാണെങ്കിൽ, തെറ്റാണെങ്കിൽ സാറ് തിരുത്തണം. അറിവ് ശരിയാണെങ്കിൽ AKGയും EMS ഒക്കെ പാർട്ടി മാറി വന്നവരാണെന്നാണ്. ശ്രീ ജയകുമാർ, ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞു, AKGയുടെയും EMSന്റെയും ഒക്കെ കാലത്ത് ആശയപരമായി അവരുടെ നിലപാടുകൾ മാറി എങ്ങനെയാണ് അവർ മറ്റൊരു നിലപാട് സ്വീകരിച്ചതെന്ന് വളരെ കൃത്യമായി എഴുതുകയും കേരളം ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്താണ്. അത്തരത്തിലേക്ക് ആശയപരമായ ഒരു മാറ്റം ഇപ്പോഴും ഉണ്ടാവാം ഒരാൾക്ക്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ മാറിയവരാണോ ഇപ്പോൾ അടുത്ത കാലത്ത് കേൾക്കുന്ന പേരുകളൊക്കെ? അങ്ങനെ താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം, കുഴപ്പമില്ല. ഞാൻ സാറിന്റെ ആശയം അല്ല പറഞ്ഞതിപ്പം. ഈ ആന്റണി സാറ് മാത്രമല്ല വന്നെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ആന്റണി സാറ് മാത്രമല്ല, അറിയാത്ത ജനങ്ങളുണ്ട്. ഈ EMSും ഇവരെല്ലാം ഇതിൽ നിന്ന് വന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അത് എന്തായാലും ഇത് ഇപ്പൊ ഈ കാണിക്കുന്നതെല്ലാം തെറ്റാണ്. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടി ആവാഹിച്ചെടുക്കുന്നത് ആ പാർട്ടിക്ക് തന്നെ നാശം ഉണ്ടാക്കുകയേ ഉള്ളൂ. അത് തെറ്റ് തന്നെയാണ്. ശരി, ശ്രീ ബാലൻ കൂടി ചേരുന്നു, പാലക്കാട് നിന്നാണ്. ശ്രീ ബാലൻ, താങ്കളുടെ പാലക്കാടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ വലിയ രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടായത്. എതിർ പാളയത്തിൽ നിന്നൊരാൾ ഒരു പാളയത്തിലേക്ക് വന്ന് സ്ഥാനാർത്ഥിയാവുന്നു, മറ്റൊരു പാളയത്തിന് വേണ്ടി വീറോടെ വാദിച്ചു കൊണ്ടിരുന്ന ഒരാൾ മറ്റൊരു പാളയത്തിലേക്കൊക്കെ പോകുന്നു. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കിരൺ, നമസ്കാരം. നമസ്കാരം. അതായത് ഇപ്പൊ നേരത്തെ ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. ഇപ്പൊ നടക്കുന്നതൊന്നും ആശയരാഷ്ട്രീയമല്ല, ആമാശയരാഷ്ട്രീയം എന്ന് പറയേണ്ടത്. പിന്നെ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോകല്ലാണ്ട് അവർക്ക് വേറെ പട്ടികട നടത്തി ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർ നിലനിൽപ്പാണ് ഇവർ നോക്കുന്നത്. ആശയരാഷ്ട്രീയമല്ല, ആമാശയരാഷ്ട്രീയമാണ്. കാരണം പിന്നെ എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ല സുഖലോലുപതയിൽ സമ്പന്നരായിട്ട് ജീവിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇപ്പൊ ഉണ്ട്. ഇപ്പൊ MLA MP മന്ത്രി ഒന്നാവേണ്ട, ഒരു വാർഡ് മെമ്പർ വിചാരിച്ചാലും വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കൗൺസിലർ വിചാരിച്ചാൽ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന ജനാധിപത്യം നമുക്കുള്ളത്. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ പൈസ ഉള്ളവർക്കും രാഷ്ട്രീയത്തിലേക്ക് ചേരാം. അതിനാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ഓമന പേര് ഇട്ടിട്ട് പേയ്മെന്റ് സീറ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു MLA ആയി കിട്ടി കഴിഞ്ഞാൽ ലൈഫ് ടൈം പെൻഷനാണ്. ആ വഴിക്ക് ചിന്തിച്ച് നോക്കണ്ട. അപ്പൊ അതാണ് ഇതിൽ ശരിക്കും പറ്റവാക്കി. ഞാൻ ഒരു വ്യക്തിയും പറയുന്നില്ല, ഇതിൽ പറയുമ്പോൾ ശരിക്കും പറ്റിയത് ആശയരാഷ്ട്രീയം അല്ല, അത് ആമാശയരാഷ്ട്രീയം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദയാനന്ദനാണ് കോഴിക്കോട് നിന്നും. ശ്രീ ദയാനന്ദൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ദയാധരൻ, തിരുത്താം, അങ്ങനെ എന്റെ പേര് അങ്ങനെ തന്നെ. ശ്രീ ദയാധരൻ, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, മൂല്യച്യുതി സംഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. കാരണം ആശയപരമല്ലാതെ ഈ സ്ഥാനമാനങ്ങൾക്കും സ്വന്തം നിലനിൽപ്പുകൾക്കും അപ്പുറം ഒരു രാഷ്ട്രീയ ആശയപരമായിട്ടുള്ള മാറ്റമല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം ജീവിത പ്രശ്നത്തിന് വേണ്ടി ബലിയാടാകപ്പെടുന്ന സാധാ മറ്റേ ഇൻകിലാബ് വിളിക്കാൻ പോകുന്ന ഓരോ അണികൾ ചിന്തിച്ചാൽ മതി, ഇവരെ മാറ്റി നിർത്താൻ സാധിക്കും. കാരണം ഇങ്ങനെ വരുന്നവരെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാറി നിൽക്കുന്ന അണികൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരെ സ്വീകരിക്കാനാണ്? ഇതിവിടെ സാധാ അണികൾ തീരുമാനിച്ചാൽ മതി. ഈ പറഞ്ഞ നേതാക്കളെ ഒരു ചാട്ടവും ഈ കേരളത്തിൽ നടക്കൂല. അണികൾ, കാരണം കൊട്ടിപ്പിടിക്കുന്ന അണികൾ തീരുമാനിച്ചാൽ മതി ഈ അർഹതപ്പെടാത്ത സ്ഥാനങ്ങൾ കൊടുക്കുന്നത്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സന്തോഷാണ് കാസർഗോഡ് നിന്നും ചേരുന്നത്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്?
ഇന്നത്തെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഉടുപ്പ് മാറുന്ന പോലെയുള്ള ഒരു സംഭവമാണ്. പണത്തിന് വേണ്ടി പറഞ്ഞോളൂ താങ്കൾ. ഇന്നത്തെ രാഷ്ട്രീയത്തെ കുറിച്ച് ഹലോ സാർ പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ ശ്രീ സന്തോഷ്. ഇന്നത്തെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഉടുപ്പ് മാറുന്ന പോലെയുള്ള രാഷ്ട്രീയമാണ്. ശരി, ഓക്കെ. ശ്രീ രാജീവാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ രാജീവ്, പാർട്ടിക്ക് വേണ്ടി സ്ഥിരമായി പ്രവർത്തിക്കുകയും പാർട്ടിയിൽ ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആ പാർട്ടിക്ക് വേണ്ടി പൊതുവേദിയിലടക്കം നിന്ന് വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന സാധാരണക്കാരായ പ്രവർത്തകർ മുതൽ നേതാക്കൾ വരെയുണ്ട്. അവർക്കൊക്കെ ലഭിക്കുന്നതിനേക്കാൾ വലിയ അംഗീകാരങ്ങളും സ്ഥാനങ്ങളുമാണ് പാർട്ടി വിട്ട് മറ്റു പാർട്ടിയിലേക്ക് വരുന്നവർക്ക് ഇപ്പോൾ പല പാർട്ടികളും നൽകുന്നത്. എന്താണ് താങ്കൾക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്? റിനേഷാണ്. ശ്രീ റിനേഷ്, പറയാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളാ CPM-നകത്തുനിന്ന് വന്ന് MLA ആക്കിയപ്പോ കുഴപ്പമില്ലായിരുന്നു. ഡോക്ടറെ MLA ആക്കിയപ്പോ അതൊരു സത്യം പറച്ചിലും ഇല്ലായിരുന്നു. അത് കുഴപ്പമില്ല. ഇതിപ്പോ കോൺഗ്രസ്സുകാര് എന്തെങ്കിലും 100 എന്തെങ്കിലും ചെയ്താൽ വലിയ വിഷയമായി തീരും. ശ്രീ റിനേഷ്, ഞാൻ പൊതുവേദി തുടങ്ങിയത് പോലെ ഇതുവരെ താങ്കൾ കേട്ട് കാണുമോ എന്ന് എനിക്കറിയില്ല. കേട്ടിരുന്നോ? കേട്ടിരുന്നു. അപ്പൊ താങ്കൾക്ക് അങ്ങനെ തോന്നിയോ ഇത് കോൺഗ്രസ്സുകാരെ മാത്രമായി പറയുന്നവര്? കോൺഗ്രസ്സുകാരെ എനിക്ക് അങ്ങനെ തോന്നിയ കാരണം അത് താങ്കൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഒരു കാര്യം ഞാൻ ശ്രീ റിനേഷ് പറയാം. പുള്ളിയെ MLA ആക്കാനായിട്ട് കൊണ്ട് ഇലക്ഷന് നിർത്തിയപ്പോ കുഴപ്പമാ ചോദിച്ചില്ലോ. ശ്രീ റിനേഷ്, ഈ ഒരു വിഷയം എടുത്തത് ഇതിൽ എവിടെയെങ്കിലും തുടക്കം മുതൽ പൊതുവേദിയിൽ ഞാൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞു, ഇതിൽ കേരളത്തിലെ ഒരു പാർട്ടിയും വ്യത്യസ്തമല്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അവരെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാം ഉദാഹരണ സഹിതമാണ് പറഞ്ഞത്. CPM-ലേക്ക് വന്നവരും കോൺഗ്രസിലേക്ക് വന്നവരും BJP-യിലേക്ക് വന്നവരും ഇവരൊക്കെ മറിച്ചും തിരിച്ചും ഒക്കെ പോയവരുടെ പേരുകളടക്കം പറഞ്ഞാണ്. അതിന് ഏതെങ്കിലും ഒരു പാർട്ടിയായിട്ട് മാത്രമായി BJP അല്ല കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസിലോട്ട് പോയി, അല്ല BJP-യിലോട്ട് പോയി. അത് ആരെങ്കിലും ഇത് ചെയ്താൽ അതും കൂടി ചേർത്തല്ലേ ഇവിടെ ചർച്ച ചെയ്യുന്നത്? ശ്രീ റിനേഷ്, അതുകൂടി ചേർത്തല്ലേ ഇവിടെ ചർച്ച ചെയ്യുന്നത്? അവരുടെ കൊടുക്കണം ഇനി പിള്ളേർ സെറ്റ് വളർന്നു വരണം കോൺഗ്രസിൽ. ശ്രീ റിനേഷ്, നല്ല പിള്ളേരെ വളർത്തിക്കൊണ്ട് വരണം. താങ്കൾ ഒരു ഭാഗം മാത്രം. ഇത് പലപ്പോഴും ഈ പാർട്ടി പ്രവർത്തകരുടെ ഒരു ചെറിയ പ്രശ്നമാണ്. ഈ സ്വന്തം പാർട്ടിയെ കുറിച്ച് പറയുന്ന വിമർശനം മാത്രം കേൾക്കും, മറ്റു പാർട്ടികളെ കുറിച്ച് പറയുന്ന വിമർശനങ്ങളൊന്നും അവർ കേൾക്കുകയില്ല. മറ്റുള്ള പാർട്ടിയുടെ വിമർശനം പറയുമ്പോൾ പോയാൽ അത് കൊള്ളുമെങ്കിൽ അത് മനസ്സിലാത്. ഈ താങ്കൾ വിഷ്വൽ അടക്കം കണ്ടു കാണുമല്ലോ. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആൾക്കാരുടെ വിഷ്വൽ മാത്രമാണോ കണ്ടുകൊണ്ടിരുന്നത്? അതിനകത്ത് സരിന്റെ വിഷ്വലും സന്ദീപ് വാര്യരുടെ വിഷ്വലും ഏറ്റവും അവസാനം പോയ മധു മുല്ലശ്ശേരിയുടെ വിഷ്വലും ബിപിൻ സി ബാബുവിന്റെ വിഷ്വലും അടക്കമില്ലായിരുന്നോ? പത്മജയുടെ വിഷ്വൽ ഇല്ലായിരുന്നോ? ഇനി വിഷ്വൽ കിട്ടാത്ത കുറേയേറെ ഇപ്പോൾ ഏറ്റവും അവസാനം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ DYFI-യിലേക്ക് വന്ന നേതാവിന്റെ വിഷ്വലാണ്. ശരി, ഓക്കെ റിനേഷ്, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വിക്രമനാണ് അടൂരിൽ നിന്നും. ശ്രീ വിക്രമൻ, ഒരു പാർട്ടിയിൽ തന്നെ നിന്നാൽ കിട്ടുന്നതിനേക്കാൾ വലിയ സ്ഥാനങ്ങളാണ് പാർട്ടി മാറിയാൽ കിട്ടുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഈ സ്ഥാനമാനം എന്ന് പറഞ്ഞാൽ ചെല്ലുന്ന സമയത്തുള്ള സ്ഥാനമാനങ്ങളുള്ളൂ. പിന്നെ അവരുടെ പറ്റി യാതൊരു അറിവില്ല. കാരണം എണ്ണി പറയാം, അബ്ദുള്ളക്കുട്ടി BJP-യുടെ ദേശീയ ഉപാധ്യക്ഷനാണ്. അമിത്ഷാ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമാണ് യഥാർത്ഥത്തിൽ പദവിയൊക്കെ വെച്ച് നോക്കിയാൽ കാണേണ്ടത്. ഞാൻ പറയട്ടെ ആ ദേശീയ പിന്നെ വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനത്തിരിക്കുന്നല്ല മറ്റ് പൊതുജനങ്ങളോട്ട് എവിടെങ്കിലും പിന്നെ പേര് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ട്. ഒരാൾ അവർക്ക് ദേശീയ ഉപാധ്യക്ഷൻ BJP പോലെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ ആ സ്ഥാനമല്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് വലിയ സ്ഥാനം തന്നെയാണ്. ഈ സ്ഥാനം അല്ല ഞാൻ പറയാം, ആ സ്ഥാനമാനം കൊടുത്ത് അവരെ അവിടെ ഇരുത്തുന്നല്ലാതെ അവർക്ക് അവരെ പിന്നെന്താണ് ഇനി അടുത്ത അദ്ദേഹത്തിനെ ദേശീയ അധ്യക്ഷനാക്കാൻ പറ്റുമോ? അബ്ദുള്ളക്കുട്ടിയെ സംബന്ധിച്ച് അബ്ദുള്ളക്കുട്ടി കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ പോസ്റ്റാണ്. കോൺഗ്രസിലോ CPM-ലോ ഒന്നും നിന്നാൽ കിട്ടാൻ കഴിയാത്തതിൽ വലിയൊരു പോസ്റ്റാണ് BJP-ൽ കിട്ടിയത്. അങ്ങനെ ആ പോസ്റ്റിൽ ഇരുത്താൻ അങ്ങനെ എല്ലാവരും ആ പോസ്റ്റിൽ ഇരുത്താൻ കഴിയുന്ന ഒരു പോസ്റ്റാണോ? അല്ലല്ലോ. അതിപ്പോ ഏത് പാർട്ടിയാലും നമ്മൾ അങ്ങനെ വിമർശിക്കരുത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഓരോ നേതാക്കന്മാരും മറികണ്ണം ചാടി വരുമ്പോൾ ഒരു പോസ്റ്റിൽ ഇരുത്തി അവിടെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മറ്റൊരു കാര്യം. വിക്രമൻ ആദ്യം പറഞ്ഞ ഉദാഹരണം എന്തായാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇനി മറ്റു ഉദാഹരണം വല്ലതും ഉണ്ടോ? അങ്ങനെ പോയി അവർക്ക് ഇപ്പോൾ അടുത്ത കാലത്തെ അങ്ങനെയല്ല, പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ കൊടുത്താണ് പലരെയും നിർത്തുന്നത്. ആ സ്ഥാനമാനങ്ങൾ കൊടുത്ത് അവരെ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്തും കൂടെ അവർ. ശരി, ഓക്കെ, എന്തായാലും അങ്ങനെ അതാ എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ, എന്തായാലും അദ്ദേഹം മറ്റൊരു പേരുകൾ പറയുന്നില്ല. ചില അങ്ങനെയൊക്കെ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലരിപ്പോഴും ആദ്യം കാണുന്ന ഒരു ആവേശവും സ്വീകരണമൊന്നും പിന്നീട് ഉണ്ടാവണം എന്നുമില്ല. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ പലർക്കും ഏത് പാർട്ടിയായാലും BJP-യിലായാലും കോൺഗ്രസിലായാലും CPM-ലായാലും ഒക്കെ വലിയ സ്ഥാനങ്ങളൊക്കെ അങ്ങനെ മാറി വരുന്നവർക്ക് ലഭിക്കുന്നുമുണ്ട്. ആ പാർട്ടിയിൽ സ്ഥിരമായി നിന്നവർക്ക് ലഭിച്ചതിനേക്കാൾ വലിയ സ്ഥാനങ്ങൾ. വിക്രമൻ തമ്പാനാണ് ചേരുന്നത്. ശ്രീ തമ്പാൻ, താങ്കൾക്ക് പറയാം. ഇപ്പൊ ഈ കേരളത്തിൽ മാത്രമേ ഒരു രാഷ്ട്രീയം
അതിന് ശരിയായ രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ആയാറാം കേറാമായി ഇപ്പോഴും. അതെ, വളരെ മോശമായ സ്ഥിതിയിലേക്കാണ് കേരള രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു സംശയം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഈ TP ചന്ദ്രസേന എന്തിനാ കൊല്ലപ്പെട്ടെന്നുള്ള മനസ്സിലാകത്തെ. അയാൾ ഇതിൽ എത്രയോ ഭേദപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. എന്തിനാണ് കൊല ചെയ്തെന്ന് ഇപ്പം മനസ്സിലാകത്തെ. കാരണം അത്രമാത്രം അഭിനയത്തിലേക്കാണ് ഇപ്പം കേരള രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പാർട്ടി അത് അതിനേക്കാൾ മോശമായിപ്പോ. ശരി. എന്തായാലും ആയാറാം ഗയാറാം എന്ന് പറയുന്ന രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഹരിയാനയിൽ നിന്നുമാണ്. ഗയാലാൽ എന്ന് പറയുന്ന ഒരു നേതാവ് നിരന്തരമായി മണിക്കൂറുകൾക്കുള്ളിൽ 3 പാർട്ടിയിലേക്ക് മാറി മാറി പോയതുകൊണ്ടാണ് അന്ന് ഇങ്ങനെ ഒരു ആയാറാം ഗയാറാം എന്നൊരു പ്രയോഗം തന്നെ വന്നത്. പിന്നീട് അതൊരു കോമണായി ഇങ്ങനെ പാർട്ടി മാറുന്നവർക്കുള്ളൊരു പ്രയോഗമായി കൂടി മാറുകയായിരുന്നു. അതാണ് എന്തായാലും ആ ആയാറാം ഗയാറാം രാഷ്ട്രീയം കേരളത്തിലേക്ക് കൂടി ശക്തി പ്രാപിക്കുക തന്നെയാണ് ഇപ്പോൾ. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് ഇങ്ങനെ വൻകിട ഓഫറൊക്കെ കൊടുത്ത് ബമ്പറൊക്കെ കൊടുത്താണ് പല പാർട്ടികളും മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകളെ സ്വീകരിക്കുന്നത്, ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ശ്രീ മുഹമ്മദ് കേൾക്കാമോ? ഹലോ ശ്രീ മുഹമ്മദ് പറഞ്ഞോളൂ. പറഞ്ഞോളൂ. നമസ്കാരമുണ്ട്. സൗണ്ടിലൊക്കെ ഒരു പ്രശ്നം, എന്ത് പറ്റി? അത് ഇപ്പോ കാശിന് വലിയ വലിയ സംഖ്യ കൊടുത്താൽ ആള് നേരത്തിന് നിറം മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അതായത് ക്ലാസ് എവിടുന്ന അധികം കിട്ടുന്ന അവിടേക്കാണ് ആള് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് പോയി കഴിഞ്ഞാൽ ആ ആളിയിൽ പിന്നെന്താണ്, ആ ആളെ കിട്ടിയിട്ട് എന്താ ചെയ്യുക? നായക്ക് അൽപ്പാട്ടം രാഷ്ട്രീയം മാറുന്ന ആൾക്കാര് അവരെ കൊണ്ട് എന്താണ് പിന്നെ കഴിയുക? ആൾക്ക് അധികം കാശ് വേറെ സ്ഥലത്ത് MLA ആക്കാം, മന്ത്രി ആക്കാറിന് അങ്ങോട്ട് പോകും. അപ്പൊ അവർക്ക് കാശ് കൊടുക്കണോലും വിഡ്ഢികള്, അത് വാങ്ങുന്ന ആളെ പരമ വിഡ്ഢി. കാശില്ലാതെ രാഷ്ട്രീയം നടത്തണം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ഈ വിഷയത്തിൽ ഇനിയും പൊതുവേദി തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് നിന്നും ശ്രീ രാധാകൃഷ്ണൻ കൂടിയാണ് ചേരുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, അടുത്തിടെ കേരളത്തിൽ ഈ പാർട്ടി വിട്ട് പാർട്ടി മാറുന്ന രീതി കൂടി വരികയാണ്. മുമ്പും അതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കൂടി വരുന്നു. അത് വമ്പൻ ഓഫറുകളൊക്കെ കൊടുത്താണ് ഇത്തരം ആൾക്കാരെ ഓരോ പാർട്ടിയിലേക്കും സ്വീകരിക്കുന്നത്. ലോട്ടറിയാണ് പലർക്കും അതൊക്കെ. താങ്കൾക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. ഇതൊരു നോർമലി ആക്ച്വലി ഡിഫെക്ഷൻ ലോ നമ്മുടെ നാട്ടിൽ ഇവിടെ പാസ് ചെയ്തിട്ടും പല ആളുകളും ഇങ്ങനെ ഓഫർ കൊടുത്ത് മാറിയിട്ടും അതിൻ്റെ ഒന്നും ഒരു ഫലം കാണുന്നില്ല. ആക്ച്വലി ഒരു സ്ട്രിക്റ്റ് ലോ എൻഫോഴ്സ് ചെയ്ത് ഈ പരിപാടി നിർത്തണം. എന്നാലേ പല പാർട്ടികൾക്കും നല്ല നിലയെ വരുള്ളൂ. അല്ലാതെ അവര് ചാടി ഇപ്പൊ BJP-ന്ന് സന്ദീപ് വാര്യർ അങ്ങോട്ട് പോയി, രാഹുൽ മാങ്കൂട്ട് ഇങ്ങോട്ട് ചാടി, ആക്ച്വലി CPM നിന്ന് അങ്ങോട്ട് മാറി. ഇത് ആക്ച്വലി നിർത്തേണ്ട സമയമായി. ഒരു നല്ല ലോ നമുക്ക് ഇനിയും ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മളെല്ലാം ശ്രീ രാധാകൃഷ്ണൻ, അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് ഒരാൾ മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നത് ഒന്നും അത് നിയമം മൂലം തടയാൻ കഴിയുന്ന ഒന്നല്ല. എന്ന് മാത്രമല്ല, ഒരു പാർട്ടിയുടെ ആശയം ശരിയല്ല എന്ന് കണ്ട് അവർ മറ്റൊരു പാർട്ടിയിലേക്ക് മാറുകയാണെങ്കിൽ അതിനെ അംഗീകരിക്കുകയും വേണം. പക്ഷേ സ്ഥാനങ്ങൾക്ക് വേണ്ടി മാറുന്ന അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം ആശയത്തെ തള്ളി പറയുമ്പോഴാണ് നമ്മൾ എതിർക്കേണ്ടത്. നിയമം മൂലം തടയേണ്ട ഒന്നല്ല, അല്ലെങ്കിൽ അത് നിയമം മൂലം നിരോധിക്കേണ്ടതോ അല്ലെങ്കിൽ തടയേണ്ടതോ ആയ ഒന്നല്ലല്ലോ അത്. അല്ല, അതിന് വേണ്ടി നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം എന്നാ പറഞ്ഞത്. കാരണം ഈ അങ്ങനെ ശ്രമിക്കുന്ന തെറ്റായ ഒരു പ്രവണതയാവില്ലേ വേറെ എഴുതി പോയിട്ട് അതിനെതിര് പറയും. ാണല്ലോ ഇത് മാറുന്നത്. അത് മാറ്റണം. മാത്രമേ എനിക്ക് പറയാം. ശ്രീ രാധാകൃഷ്ണൻ, താങ്കളുടെ ഉദ്ദേശ ശുദ്ധി എനിക്ക് മനസ്സിലായി. പക്ഷേ നമുക്കൊരിക്കലും അങ്ങനെ ഒരു നിയമം മൂലം തടയാവുന്ന ഒന്നല്ല. അങ്ങനെ ഒരു നിയമം വരുന്നതും ശരിയല്ല. അതൊരു പുരോഗമനപരമായ നിയമമല്ല. ഒരാൾ ഒരു പാർട്ടിയിലായിപ്പോയി എന്ന് കരുതി അയാൾക്ക് നാളെ ഈ പാർട്ടിയുടെ ആശയങ്ങൾ തെറ്റാണെന്ന് കണ്ടാൽ മറ്റു പാർട്ടിയിലേക്ക് മാറാനുള്ള അവകാശം പൂർണ്ണമായിട്ടുമുണ്ട്. അത് പാർട്ടിയായാലും മതമായാലും എല്ലാം അങ്ങനെ മാറുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. ഓരോരുത്തരുടെയും ഇഷ്ടമാണ് സ്വീകരിക്കുന്നത്. പക്ഷെ അത് എന്തിനു വേണ്ടി എന്ന് ചോദിക്കുമ്പോഴാണ് അതിൻ്റെ ധാർമ്മികത മാത്രമാണ് വിഷയം. അതാണ് ഒരു പ്രലോഭനങ്ങളും കൊടുക്കരുത് അവർക്ക്. പാർട്ടി വന്നു ശരി, ഒരു പഴയ ആളായിട്ട്, കാരണം ഇതിലും മുന്നുള്ള റൂട്ടിലുള്ള ആളുകളുണ്ട്, അവർക്ക് ഇത് കൊടുത്തിട്ട് ഇവരെ താഴെ തന്നെ നിർത്തണം. ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാജീവാണ്. ശ്രീ രാജീവ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം താങ്കളെ TV ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? അത് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ സരിൻ ഇപ്പം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് CPM-ലോട്ട് വന്നു. CPM-ൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് CPM-ലോട്ട് വന്നു. CPM പറയുന്നത് അതൊരു അടവ് നയമാണ്. എത്രയോ വർഷങ്ങളായിട്ട് ആ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച ആൾക്കാരും എത്രയോ നാളുകളായിട്ട് SFI-ക്കകത്തൂടെയും DYFI-ക്കത്തൂടെ നിൽക്കുന്ന ആൾക്കാർ എത്രയോ പേരുണ്ടാവും. അവർക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് അവിടെ. അതൊന്ന്. ഈ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സന്ദീപ് വാര്യർ BJP നിന്നും കോൺഗ്രസ് പാർട്ടിയിലോട്ട് പോയി. എത്രയോ വർഷങ്ങളായി സന്ദീപ് വാര്യർ കോൺഗ്രസ് പാർട്ടിയും CPM-നെയും തെറി പറഞ്ഞിട്ട് അവസാനം ഒരു സുപ്രഭാതത്തില് കോൺഗ്രസ് പാർട്ടിയിലോട്ട് പോകുന്നു. അത് പോകുന്നത് എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണുള്ളത്? അതേപോലെ തന്നെ മധു മുല്ലശ്ശേരി അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം എത്രയോ പേരെ പാർട്ടിയിലോട്ട് ആ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലോട്ട് എത്രയോ പേരെ പാർട്ടിയിലോട്ട് കൊണ്ടുവരികയും അവർക്ക് ക്ലാസ് എടുക്കുകയും അവർക്ക് പഠിപ്പിച്ചു രാഷ്ട്രീയ ബോധം CPM-ന്റെ രാഷ്ട്രീയ ബോധം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തതിന് ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജോസഫ് കൂടി ചേർന്നുണ്ട്. ശ്രീ ജോസഫ്, ഈ ചട്ടത്തെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ കേരളത്തില് ഈ EMS-നെ AKG-നെ ആരും ഒന്നും പറയണ്ട. ആ കാലത്ത് കോൺഗ്രസ് പാർട്ടി മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവര് പാർട്ടി മാറി എന്ന് പറഞ്ഞാൽ അവരൊന്നുമില്ല. അങ്ങനെ പറഞ്ഞില്ല. അത് തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു. അവരൊക്കെ മാറിയത് എത്രയോ കാലം വിശദീകരിച്ചിട്ടുണ്ട്. അത് ആശയപരമായി തിരിച്ചറിവുകൾ കൊണ്ടും ആശയപരമായി എവിടെയാണ് കൂടുതൽ ശരി അവർക്ക് യോജിക്കാൻ കഴിയുന്നതെന്ന് കണ്ട് മാറിയവരാണ് മുൻകാല നേതാക്കൾ. അതിലൊന്നും നമ്മൾ വിമർശിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇപ്പോഴീ പറയുന്നവർ പലരും ആശയമൊന്നും അല്ല, മറ്റു പല താല്പര്യങ്ങളാണ് എന്നത് സാമാന്യഗതിയിൽ തന്നെ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അയാൾ CPM-ന്ന് കോൺഗ്രസിൽ പോയി, കോൺഗ്രസിൽ നിന്ന് BJP-ലേക്ക് വന്നു. അബ്ദുള്ളക്കുട്ടി അതെ, അബ്ദുള്ളക്കുട്ടി എല്ലാ പാർട്ടിയിലും മാറിയില്ലേ? അൽഫോൺസ് കണ്ണന്താനമൊക്കെ ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിച്ചു. പാർട്ടി മെമ്പറൊന്നും ആയില്ലെങ്കിലും BJP-യിലൊക്കെ ആടി കേന്ദ്രമന്ത്രി വരെയായി. അത് മാത്രമല്ല, ഇദ്ദേഹം CPM-ന്ന് പോയ എല്ലാവരും നല്ലവരാവും. പിണറായി വിജയൻ CPM-ന്ന് പോയി കഴിഞ്ഞാൽ ആള് നല്ലതായിട്ട് പറയപ്പെടും. ഈ സെൻകുമാറിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് അത് BJP-ക്കാരനെ കണ്ടിട്ട് മാറ്റിയപ്പോ എന്തായാലും ആൾക്കാർക്ക് കുഴപ്പമില്ല. ഇവിടെ നിൽക്കണേ മനസ്സിലായില്ല? താങ്കൾ പറഞ്ഞത് മനസ്സിലായില്ല കൃത്യമായി. അത് മാത്രമല്ല, ഈ ഇന്ന് കാണുന്ന CPM മാത്രമാണ് മാറാത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. CPI ആയാലും കോൺഗ്രസിന്റെ ഓരോ ഗ്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയിട്ട് കേരള കോൺഗ്രസ് മാണി ജോസഫ് CPM മാത്രമാണ് നമ്മുടെ വിഷയം രാഷ്ട്രീയ പാർട്ടികളുടെ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അല്ലല്ലേ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, അല്ലെങ്കിൽ കരുണാകരൻ, മാണി അല്ലെങ്കിൽ ജോസഫ്. ശ്രീ ജോസഫ്, നമ്മുടെ വിഷയം പാർട്ടികളുടെ മാറ്റത്തെ കുറിച്ചല്ല, വ്യക്തികളുടെ പാർട്ടി ചാട്ടത്തെ കുറിച്ചാണ്. അതിന് പാർട്ടികൾ കൊടുക്കുന്ന വലിയ ഓഫറുകളെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. മറ്റേത് അതിവിശാലമായി ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം കൂടിയാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ രതീഷാണ് പെരുമ്പാവൂരിൽ നിന്ന്. ശ്രീ രതീഷ്, താങ്കൾക്ക് പറയാം. ഹലോ രതീഷ്, പറഞ്ഞോളൂ. സാറേ, രാഷ്ട്രീയം മാറ്റം എന്നുള്ളത് നമ്മുടെ സ്വന്തമായിട്ട് എല്ലാവർക്കും രാഷ്ട്രീയത്തിൽ മാറുന്നതിന് യാതൊരു തടസ്സമില്ല. അതിന് പ്രത്യേകം ലോട്ടറി അടിക്കണമെന്നല്ല, നമ്മുടെ മനസ്സിന്റെ സന്തോഷമാണല്ലോ പ്രധാനം. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. അതുപോലെ രാഷ്ട്രീയവും മതവും അതുപോലെ തന്നെയാണ്. എല്ലാം മാറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പക്ഷെ ഇന്നോ വന്ന് തീർക്കുന്ന കാര്യങ്ങളിലുള്ള രാഷ്ട്രീയം ആവരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏത് രാഷ്ട്രീയത്തിൽ നിന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള നമ്മൾ പറഞ്ഞത് നമ്മുടെ മനസ്സിന് നമുക്ക് സന്തോഷം, നമുക്ക് തൃപ്തികരമായ ശരി. ഓക്കെ ശ്രീ രതീഷ്, നമ്മൾ പാർട്ടി മാറുന്നതിനെ കുറിച്ച് ആരെയും പറഞ്ഞില്ല. പക്ഷേ നമ്മൾ പറഞ്ഞത് പാർട്ടിയിൽ വലിയ ഓഫറുകൾ കണ്ട് മാറ്റം വരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ശരി, മറ്റൊരു പ്രേക്ഷകനുണ്ട്. പ്രദീപാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് പറയാം. നമസ്കാരം കിരൺ. നമസ്കാരം, പറഞ്ഞോളൂ. ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ ഒരാൾക്ക് വേറെ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന്? ഞാൻ ഇപ്പം പറഞ്ഞത് താങ്കൾ കേട്ടിരുന്നോ? ഞാനത് കേട്ടു, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എന്താ ശത്രുക്കളായിരിക്കണമെന്നാണ് വിചാരിക്കുന്നത്? എല്ലാ രാഷ്ട്രീയക്കാരും ഒരു കുട കീഴിൽ തന്നെയാണ്.
ഇഫ്താർ വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും ഓണം വരുമ്പോഴും എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നിച്ച് കേക്ക് കട്ട് ചെയ്യുകയും മുറിക്കുകയും ചെയ്ത് അവർ ഈ സുഖലോലുപരായി ജീവിക്കുന്നത് താങ്കൾ കാണുന്നില്ലേ? ഇത് ജനങ്ങളുടെ ഇടയിൽ എത്തട്ടെ, ജനങ്ങൾ മനസ്സിലാക്കട്ടെ, എങ്കിലല്ലേ അറിയാവൂ. ഇന്നത്തെ ശത്രു നാളത്തെ അവരുടെ സുഹൃത്തുക്കളാണ്. ജനങ്ങൾ മാത്രമാണ് പൊട്ടന്മാര്. ഏത് രാഷ്ട്രീയ പാർട്ടി നോക്കിയാലും, BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും, അവർ പരസ്പരം സുഹൃത്തുക്കളെ അവരൊരു ജോലിയായി സമ്പാദിക്കുന്നു, ജീവിക്കുന്നു, അവരുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നീക്കി വെക്കുന്നു. പൊട്ടന്മാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അൺപാർലമെന്ററി വേർഡ് അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കണ്ണ് കണ്ടുകൂടാത്തവരെയാണ് പൊട്ടനെന്ന് പറയുന്നത്. അപ്പോ അതുകൊണ്ട് പൊട്ടന്മാരായ ജനങ്ങൾ ഇതിനെ എന്ത് ചെയ്യും? അന്ധമായ രാഷ്ട്രീയ വിരോധവും വൈരാഗ്യം വെച്ച് പരസ്പരം വെട്ടിച്ചാവുകയും ചെയ്യും. അതുകൊണ്ട് ഇത് ഒരു നല്ല സന്ദേശമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. മിസ്റ്റർ കിരൺ, ശരി, ഓക്കെ. പ്രദീപിന്റെ അഭിപ്രായം വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, മൈക്കിളാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ മൈക്കിൾ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഓരോ പാർട്ടിയിലും നിൽക്കുന്ന അവിടുത്തെ നേതാക്കളെക്കാൾ കൂടുതൽ അംഗീകാരമൊക്കെ നൽകിയാണ് മറ്റു പാർട്ടിയിൽ നിന്ന് വരുന്നവരെ സ്വീകരിക്കുന്നത്. ഇവരൊക്കെ ആശയപരമായ വ്യത്യാസം തിരിച്ചറിഞ്ഞ് വരുന്നവരാണോ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വരുന്നവരാണോ? പറഞ്ഞോളൂ. ഹലോ, TV മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഹലോ, ഞാൻ പറയണതേ, ഹലോ പറഞ്ഞോളൂ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചാന്ന് തോന്നുന്നത് ശരിയല്ല. ഹലോ, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചാന്ന് തോന്നുന്നത് ശരിയല്ല. ഹലോ ശ്രീ മൈക്കിൾ, താങ്കൾ TV മ്യൂട്ട് ചെയ്യാത്തത് കൊണ്ടാണ് താങ്കൾക്ക് കൃത്യമായി പറയാൻ കഴിയാത്തത്. നമ്മൾ സ്ഥിരമായി പറയാറുണ്ട്, TV മ്യൂട്ട് ചെയ്ത ശേഷം വേണം നമ്മൾ പൊതുവേദിയിൽ സംസാരിക്കാൻ. അതുകൊണ്ടാണ് ഒരേ കാര്യം തന്നെ വീണ്ടും നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരും. നമ്മൾ കേൾക്കുന്നത് കുറച്ചു നേരം കഴിഞ്ഞാണ്. ശ്രീ ശിവനാണ് പെരുമ്പാവൂരിൽ നിന്നും. ശ്രീ ശിവൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇങ്ങനെ സ്ഥാനങ്ങൾ നോക്കി ചാടുന്നവരെ കുറിച്ച്? ശ്രീ ശിവൻ, കേൾക്കാമോ? ഹലോ, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ള 1 മണിക്കൂർ വെറുതെ ആവശ്യമില്ലാണ്ട് എന്തെല്ലാം കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ 1 മണിക്കൂർ വെറുതെ നഷ്ടപ്പെടുത്തി കളയല്ല. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തിനാ വെറുതെ ഇപ്പൊ പഞ്ചായത്തിന്റെ ഇത് കൂട്ടണോ? വേറെ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിച്ചിരുന്നോ? എന്തായാലും പഞ്ചായത്തിന്റെ ഇപ്പൊ ഈ വാർഡ് കൂട്ടുന്നു, വലിയ കാര്യമുള്ള കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ഈ വെറുതെ 1 മണിക്കൂർ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അത്രയൊക്കെ പറയാനുള്ളൂ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായത്തെ മാനിക്കുന്നു. നമുക്ക് മഞ്ചേരിയിൽ നിന്നും ശ്രീ ഫൈസൽ കൂടി ചേരുന്നു. ശ്രീ ഫൈസൽ, പറയാം. സാറേ, ഈ പറയുന്നതൊക്കെ ഈ മോഹങ്ങൾ കൊണ്ടാണ് പാർട്ടി മാറുന്നതെന്ന് ഇവർ പറയുന്നുണ്ട്. ഇവരെല്ലാരും പറയുന്നത് അതുകൊണ്ടല്ലേ. ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾ ആശയപരമായി വലിയ വ്യത്യാസം തിരിച്ചറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ മാറുന്നു എന്നൊക്കെയാണ് ഇവരൊക്കെ പറയുന്നത്. അത് മാറാൻ കാരണം എന്ന് വെച്ചാല് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോ ഈ പ്രജകളെ, ഈ നേതാക്കന്മാര് ഓരോരുത്തർ ഉണ്ടാവുമല്ലോ, ആ ഓരോരുത്തർ നിൽക്കുമ്പോ ഈ പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും അതുപോലെ വലിയ വലിയ ഇലക്ഷൻ ആയാലും ഈ പാവപ്പെട്ട ഈ അണികള് വോട്ട് ചോദിച്ച് നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഓരോ വാഗ്ദാനങ്ങൾ കൊടുക്കും. നമ്മളെ അയൽവാസികൾക്കായാലും നാട്ടിലുള്ള ആൾക്കാർക്കായാലും നമ്മൾ ഓരോ വാഗ്ദാനങ്ങൾ കൊടുത്ത് ഇവരോട് വോട്ട് ചോദിച്ചു വാങ്ങും. പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഇവരെ കാണില്ല. അപ്പൊ ഈ അണികൾ ഇവരോട്, നേതാക്കന്മാരോട് ചോദിച്ചും, ഞങ്ങൾക്കൊരു വീടിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വല്ല വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലോ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പലപ്പോഴും അത്തരം വിഷയങ്ങൾ കൂടി രാഷ്ട്രീയത്തിലുണ്ട്. കോട്ടയത്തു നിന്നും ശ്രീ ബാബു കൂടി ചേരുന്നു. ശ്രീ ബാബു, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ മറ്റു പാർട്ടികളിൽ നിന്ന് ചാടി വരുന്നവർക്ക് വലിയ സ്വീകരണമൊക്കെ നൽകി, അവർക്ക് വലിയ സ്ഥാനങ്ങളൊക്കെ നൽകി സ്വീകരിക്കുന്ന രീതി കേരളത്തിൽ അടുത്തിടെയായി കൂടി വരികയാണ്. TPC കുട്ടി തൃശ്ശൂരിൽ നിന്നും, താങ്കൾക്ക് പറയാം. സാർ നമസ്കാരമുണ്ട്, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. സാർ, ഇതിൽ എനിക്ക് 2 കാര്യമാണ് പറയാറുള്ളത്. ഒന്ന്, ഇപ്പൊ പഞ്ചായത്തായാലും അസംബ്ലി ആയാലും പാർലമെന്റ് ആയാലും എലക്ഷൻ നിൽക്കുന്നു, എന്നിട്ട് കാലുമാറുന്നു. അത് യഥാർത്ഥത്തില് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്. അതായത് വിശ്വാസ വഞ്ചനയാണ് അവർ ചെയ്യുന്നത്. കാരണം എന്നെ തെരഞ്ഞെടുക്കൂ, ഞാൻ നിങ്ങൾക്ക് പലതും പാലൊഴിക്കാൻ തേനൊഴിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ജയിച്ചു പോയി കഴിഞ്ഞിട്ട് അവര് കുറച്ചു കഴിഞ്ഞാൽ കാലുമാറുന്നു. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. പിന്നെ ഇതിൽ നിയമപരമായിട്ട് ഞാൻ ഒരിക്കലും ഒരു പബ്ലിക് ലിറ്റിഗേഷൻ നമ്മുടെ സുപ്രീം കോടതിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അവര് എന്നോട് പറഞ്ഞത് ഇത് ഈ കാലുമാറുന്നവരെ ആജീവനാന്തം നിരോധിക്കുക, ഒരിക്കലും ഇലക്ഷൻ നിൽക്കാത്ത രീതിയിൽ നിരോധിക്കുക. പക്ഷെ അപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അതിന് നിയമപ്രശ്നങ്ങളുണ്ട് എന്നാണ്. അത് ശരിയല്ലല്ലോ. അങ്ങനെ TPC കുട്ടി അങ്ങനെ ഒരാൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി വിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുമ്പോൾ അയാൾക്ക് രാജിവെച്ചിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നതിന് തടസ്സമൊന്നുമില്ല. അയാൾ കാല് മാറുക എന്ന് പറയുന്നത് അല്ലാതെ മാറ്റം വരുന്നതിന് കൃത്യമായ നിയമവും ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് ഇപ്പോൾ തന്നെ മാറ്റ നിരോധന നിയമം ഉണ്ടല്ലോ. വഞ്ചന കിടക്കുന്നില്ല സാറേ.
അത് രാജിവെക്കാന്നുള്ള ധാർമ്മികത വേണം. ഒരാൾ പാർട്ടി മാറിയാൽ, ജയിച്ച ശേഷം പാർട്ടി മാറിയാൽ അയാൾ ആ സ്ഥാനം രാജിവെക്കുക എന്നുള്ളതാണ് ധാർമ്മികതയാണ്. പക്ഷെ അതും ഇപ്പൊ നടക്കുന്നില്ല, അതും ചെയ്യുന്നില്ലല്ലോ. ശരി, ഇതിപ്പോൾ പാർട്ടി ജയിച്ചിട്ട് പാർട്ടി മാറിയവരെ കുറിച്ചല്ല, ജയിക്കാതെ തന്നെ സ്ഥാനം കിട്ടാതാകുമ്പോഴാണ് കേരളത്തിൽ ഇപ്പോൾ പാർട്ടി മാറ്റം നടന്നുകൊണ്ടേയിരിക്കുന്നത്. ശ്രീ ശശിധരൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ശശിധരൻ നായർ, താങ്കൾക്ക് പറയാം. എന്ത് കാര്യം പറയാനുണ്ട്? പറഞ്ഞോളൂ. ഇപ്പൊ ഈ സൈൻ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് എടുത്ത് സ്ഥാനാർത്ഥിയാക്കി കക്ഷിയെ. ഈ സൈൻ വന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് സ്ഥാനാർത്ഥിയാക്കി. ടി വി ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ശരി. സ്ഥാനാർത്ഥിയാക്കി. ശരി, അതിന് ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാർ ആ സ്ഥലത്തുണ്ട്. അവരെ ഒന്നും ആരെയും പരിഗണിക്കാതെ പെട്ടെന്ന് വന്നൊരാളെ സ്ഥാനാർത്ഥിയാക്കി. അതൊന്ന് അതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്തു പാർട്ടി. എന്റെ ഉദ്ദേശം വെച്ചാൽ ഒരു 5 വർഷം കൂടെ ഭരിക്കണം. ഭരിക്കുമ്പം പശ്ചിമ ബംഗാളിൽ നിന്ന് ആൾ ഇങ്ങോട്ട് വന്ന കണക്ക് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ടി വരും. ശരി, എന്തായാലും നമ്മുടെ വിഷയം അതല്ല. താങ്കൾ ഉദ്ദേശിക്കുന്നത് മറ്റൊരു രീതിയിലായിരിക്കും താങ്കളുടെ അഭിപ്രായം. എന്തായാലും നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിൽ നിൽക്കാൻ നിർവാഹമില്ല. ശ്രീ അജയനാണ് ആര്യങ്കാവിൽ നിന്നും. ശ്രീ അജയൻ, കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെയാണ് ഇപ്പോൾ വലിയ ഓഫറുകളൊക്കെ കൊടുത്ത്, വലിയ സ്ഥാനങ്ങളൊക്കെ കൊടുത്ത് മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കളെ ചാടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? പൊതുവെ ഹലോ, നമസ്തേ. പൊതുവെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ധാർമ്മികത ഉണ്ടാകുന്ന രൂപത്തിലുള്ള നിയമങ്ങളും ആ നിയമങ്ങൾ ഉണ്ടാക്കി അത് ഫലവത്തായ രീതിയിൽ അത് പ്രയോഗിക്കുകയും വേണം. അതിനേക്കാൾ ഉപരി ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ ഉയർച്ചയും നന്മതിന്മകളും വീഴ്ചകളും അമിതമായിട്ട് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പറയാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയണം. ഇവരുടെ ഈ പറയുന്ന നന്മതിന്മകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പരസ്യം ചെയ്തുകൊണ്ടിരുന്നാൽ ഇതിൽ ജനങ്ങൾ അഡിക്ഷനായി പോകും. ജനങ്ങളുടെ ഉയർച്ച അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഉയർച്ച, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഉയർച്ച, അതിന്റെ നമ്മുടെ കാര്യങ്ങളെ യഥാർത്ഥത്തിൽ ഏതൊരു രാജ്യത്തെ സംബന്ധിച്ച് അതിന്റെ രാജ്യത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുള്ള ആളുകൾ രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയ ഭരണ നേതൃത്വമാണ് ഒരു രാജ്യത്തിന്റെ പുരോഗതി എല്ലാം തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവരെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വരും സ്വാഭാവികമായും. ഇല്ലില്ല, അത് വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയല്ല. ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അമേരിക്കയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അത് എത്രയോ മാസങ്ങൾ നീണ്ട പ്രക്രിയയായിരുന്നു, എത്രയോ മാസങ്ങൾ നീണ്ട വലിയ പ്രചരണമൊക്കെ ആയിരുന്നു. അത് സ്വാഭാവികമായിട്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. അവരല്ലേ രാജ്യത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ഇത് 365 ദിവസവും രാഷ്ട്രീയക്കാരുടെ അങ്ങനെയല്ലല്ലോ നമ്മളടക്കം ഈ പ്ലാറ്റ്ഫോമുകളിൽ കാണുന്നത്, കേൾക്കുന്നത്. ശരി, ഓക്കെ. നമ്മളെന്നാലും ഇന്നലെ ഒന്നും അതല്ല എടുത്തത്. പലപ്പോഴും രാഷ്ട്രീയ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വരും. ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന വിഷയം എന്ന നിലയ്ക്ക് കൂടി താങ്കളുടെ അഭിപ്രായം കൂടി മാനിക്കുന്നു. എന്തായാലും നമുക്ക് ഡേവിഡ് വിജയാണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, പറയാം. ഞാൻ ഈയിടെ പഴയകാലത്ത് അടൂർ ബാസി അഭിനയിച്ച ഒരു സിനിമയുണ്ട്. ഒരു ദിവസം എന്താണ് തോട്ടുംകരയിൽ വിമാനമുണ്ടാക്കാൻ താവളമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി സാറാമ്മ അടുത്ത എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവിടെ ചെന്നും പാട്ട് പാടും. അങ്ങനത്തെ ഒരു നില അന്ന് ആ സിനിമ കണ്ടത് ഇപ്പം വളരെ യാഥാർത്ഥ്യമായിട്ടുണ്ട്. പുള്ളിക്ക് ആര് കൂടുതൽ കാശ് കൊടുക്കുന്ന അവർക്ക് വേണ്ടി പാട്ടുകൾ പാടുന്ന ഒരു പഴയൊരു ഫിലിം ഉണ്ടായിരുന്നു അടൂർ ബാസി അവതരിപ്പിച്ചത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്നത്തെ ഈ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അദ്ദേഹം ഞാൻ വിചാരിച്ചതല്ല ഇങ്ങനെ മറുകണ്ഠം ചാടുന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത്രേ ഉള്ളൂ ആ മനസ്സിലെ ആത്മാർത്ഥത. കാരണം ഒരു വാട്സപ്പ് എനിക്ക് കിട്ടി. കാരണം ഗുജറാത്തിലെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ്. അതിൽ പ്രമോദ് മഹാജൻ, LK അദ്വാനി എല്ലാവരും ഒരു കസേരമേലിരിക്കുന്നു. അന്ന് ഒന്നും അല്ലാതെ നരേന്ദ്രമോദി നിലത്തിരിക്കുന്നു. പ്രമോദ് മഹാജനൊക്കെ മരിച്ചു പോയെങ്കിലും പറയാതിരിക്കാൻ നിർത്തിയത് വലിയ കിങ് മേക്കർ ആണെന്നുള്ളൊരു ഭാവമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. അവിടെ അദ്വാനിയൊക്കെ ഒന്നും വചനമുണ്ട്, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശിവകുമാർ ആണ് കൊല്ലത്ത് നിന്നും ചേരുന്നത്. ശ്രീ ശിവകുമാർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ പാർട്ടികൾ വലിയ ഓഫറുകളൊക്കെ കൊടുത്ത് മറ്റു പാർട്ടികളിൽ നിന്നും ആളുകളെ ചാടിക്കുന്നതിനെ കുറിച്ച്? ശിവകുമാർ കൊല്ലങ്കോടാണ്. കൊല്ലങ്കോട്, ക്ഷമിക്കണം, പറഞ്ഞോളൂ. ക്ഷമിക്കണം, കൊല്ലങ്കോട് എന്നുള്ളത്. അതെ, നമ്മളിപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് കീഴിൽ പോയാലും ഹലോ പറഞ്ഞോളൂ, താങ്കൾ തുടർച്ചയായി പറഞ്ഞോളൂ. അതാത് രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ നിന്നിട്ടല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, എത്ര വലിയ നേതാക്കന്മാരായാലും. ആ രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ നിന്നിട്ടല്ലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണഘടനയുടെ കീഴിലല്ലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോ എത്ര ഉന്നത ചുമതലയുള്ള നേതാക്കന്മാര് പോയാലും ആ രാഷ്ട്രീയ പാർട്ടിയുടെ അങ്ങനെയല്ലേ ശിവകുമാർ വേണ്ടത്? വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ വേണ്ടത്?
ഞങ്ങൾ ഇവിടെ പാലക്കാട് കൊല്ലങ്കോട് മാസങ്ങളായി നെല്ല് കൊടുത്തിട്ട് അതിന്റെ പൈസ കിട്ടാതെ പാവപ്പെട്ട കർഷകര് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് സാറ് ഇത്രയും നല്ലൊരു ചാനലിൽ ഇങ്ങനെ ഒരു ചർച്ച വെക്കുന്നത്. ശരി, ശ്രീ ശിവകുമാർ, താങ്കളുടെ അവിടെ നെല്ല് സംഭരണത്തിൽ പണം കിട്ടാത്തതിനെ കുറിച്ച് എത്രയോ തവണ ഞങ്ങളുടെ ചാനൽ തന്നെ വാർത്ത കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരം വാർത്തകൾ മാത്രമല്ല ഇത്തരം വാർത്തകൾ കൂടി കൊടുക്കേണ്ടി വരും. നമുക്ക് ഒരു നാട്ടിൽ പ്രശ്നമുണ്ട് എന്ന് കരുതി നമുക്ക് മറ്റു വാർത്തകളൊന്നും കൊടുക്കരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞങ്ങൾ ആ വാർത്ത കൊടുക്കാത്ത ഒരു ചാനലായിരുന്നുവെങ്കിൽ താങ്കൾക്ക് പറയാമായിരുന്നു ഞങ്ങളുടെ നെല്ല് സംഭരണത്തിന് പണം കിട്ടിയിട്ടില്ല, അതിൻ്റെ വാർത്ത എന്തായാലും നിങ്ങൾ ഒരിക്കൽ പോലും കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ള ചോദ്യം താങ്കൾക്ക് ഉന്നയിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ. എത്രയോ തവണ നമ്മൾ അവിടെ നിന്ന് ആ വാർത്ത, പാലക്കാട് നിന്ന് തന്നെ ആ വാർത്ത കൊടുത്തിരിക്കുന്നു. മറ്റ് പല സ്ഥലങ്ങളിലും നെല്ല് സംഭരണം സംബന്ധിച്ച വാർത്തകൾ, അതിന് പണം കിട്ടാത്ത വാർത്തകൾ, കർഷകരുടെ നെല്ല് കിടന്ന് കിളിച്ചുപോയ വാർത്തകൾ, അവർക്ക് കിടന്നിട്ട് അടുത്ത കൃഷിക്ക് വേണ്ടി പണം കിട്ടാത്ത കാരണം ദുരിതത്തിലായി പോയ കർഷകരുടെ വാർത്തകളൊക്കെ എത്രയോ തവണ പരമ്പരയായി തന്നെ നമ്മളടക്കം കൊടുത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പരാതി ഉന്നയിക്കുന്നത് ശരിയല്ല എന്നതുകൂടി ഞാൻ വിനയപൂർവ്വം താങ്കളോട് ചൂണ്ടിക്കാട്ടുകയാണ്. ശ്രീ ശിവകുമാറാണ് കൊല്ലത്ത് നിന്നും, ക്ഷമിക്കണം, ശ്രീ ഷാജിയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ നിലപാടിൽ മാറ്റം എന്ന് പറയുന്നത് ഗുണകരമായ മാറ്റമാണെങ്കിൽ സ്വാഗതം ചെയ്യേണ്ടതാണ്. അതെ, ഗുണകരം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനൊരു CPM-ന്റെ പ്രവർത്തകനാണ്. അപ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളവും ആലപ്പുഴയിലും ഈ മധു മുല്ലശ്ശേരിയുടെ തിരുവനന്തപുരത്ത് നടന്ന സംഭവം CPM-നെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു മാറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇനി ഏതെങ്കിലും മധു മുല്ലശ്ശേരിമാരൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് വിട്ടുവെക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ. എല്ലാ പാർട്ടികളും അങ്ങനെയൊക്കെ വിചാരിച്ചാൽ നല്ല കാര്യം എന്തായാലും. പക്ഷേ പാർട്ടികളൊക്കെ പലപ്പോഴും മറ്റു പാർട്ടികളിൽ നിന്ന് വരുമ്പോൾ വലിയ ഓഫറും സ്ഥാനങ്ങളും ഒക്കെ അവർ കൊടുക്കാറുണ്ട് എന്നതുകൂടി മറ്റൊരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. ശ്രീ രാജുക്കുട്ടിയാണ് പുനലൂരിൽ നിന്നും. ശ്രീ രാജുക്കുട്ടി, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. ട്രൈ ചെയ്യുകയാണ്, കിട്ടുന്നില്ലേ? സ്ഥിരം പ്രേക്ഷകൻ. അത് അറിയാം. നമ്മൾ അതുകൊണ്ടാണല്ലേ അരമണിക്കൂർ 1 മണിക്കൂറാക്കി കൂട്ടിയത്. 1 മണിക്കൂർ ആയതിൽ ഭയങ്കര സന്തോഷം. കാരണം ഈ പാർട്ടി മാറുന്ന ലോട്ടറി അടിക്കുന്ന പോലൊന്നും അല്ല. ഈ സന്ദീപ് വാര്യർ മാറിയപ്പോൾ മാത്രമാണ് ഈ ചർച്ച വന്നത്. എന്നാൽ ഇതിന് മുമ്പാണെങ്കിൽ പലരും മാറിയിട്ടുണ്ട്. നമ്മൾ സന്ദീപ് വാര്യരുടെ കാര്യം മാത്രമല്ല, നമ്മള് സന്ദീപ് വാര്യരെയും സരിനെയും പത്മജയും ഒക്കെ അടക്കമുള്ള എല്ലാ ആൾക്കാരും എടുത്തുണ്ട്. ഇവൻ അബ്ദുള്ളക്കുട്ടിയുടെ കാലം മുതൽ തൊട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അല്ല കിരൺ സാറേ, ഇത് പലരും കോൺഗ്രസിൽ നിന്ന് അങ്ങോട്ട് പോയപ്പം ഇത്രയും ചർച്ചയില്ല. സന്ദീപ് വാര്യർ പോയപ്പോ ഒരു വലിയ എന്തോ വലിയ ഓഫർ പോലും അയാൾ വാങ്ങിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഓഫർ കിട്ടും അയാൾക്ക്. പലരും കിട്ടുന്നതിൽ വളരെ സന്തോഷമേ ഉള്ളൂ. CPM വന്നാലാണെങ്കിൽ മന്ത്രി പ്രസ്ഥാനം കൊടുക്കുന്നു. സരിൻ വന്നപ്പോഴത്തേക്കാണെങ്കിൽ അയാൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തു. CPM-ലാണെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു പാലക്കാട്. അസംതൃപ്തരായി ഈ സരിൻ വന്നതോടുകൂടി. ഇതൊന്നും ഒരു ആശയത്തിന്റെ ഒരു ഇത് ബേസിലല്ല അയാള് ഒരിക്കലും സന്ദീപ് ആണെങ്കിൽ ഇങ്ങോട്ട് വന്നത്. സന്ദീപ് നല്ല ആശയത്തിന്റെ ഇതിലാണ് കോൺഗ്രസിലോട്ട് വന്നത്. സ്നേഹത്തിന്റെ കടയിലേക്കാണ് വന്നിരിക്കുന്നത്. അതിന് നമ്മൾ സ്വാഗതം ചെയ്യുക വേണ്ടത്. സാർ ഈ ചർച്ച വെച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പാർട്ടി മാറുന്ന ലോട്ടറി അടിക്കുന്നത് പോലൊന്നും അല്ല. പക്ഷെ എല്ലാവരും ലോട്ടറി അതിനകത്തുനിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അത് മാത്രമേ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ സതീഷാണ് മണ്ണന്തലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സതീഷ്, താങ്കൾക്ക് എങ്ങനെ തോന്നുന്നു ഈ പാർട്ടി? പറഞ്ഞു. ഒരഭിപ്രായമുള്ളൂ സാറേ, പറഞ്ഞോളൂ. ഒരഭിപ്രായമുള്ളൂ. ഈ ആൾക്കാര് ഏത് പാർട്ടിയിലോ മാറിക്കോട്ടെ സാറേ, നേതാക്കൾ ഏത് പാർട്ടിയിലോ മാറിക്കോട്ടെ, ജനങ്ങൾക്ക് ഒരു സങ്കടമേ ഉള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ BJP നിൽക്കുമ്പം പറയും മോദിയാണ് ഏറ്റവും വലിയ ദൈവം എന്ന് പറയും. അതിന്റെ അടുത്ത് വേറൊരു പാർട്ടി ചെല്ലുമ്പോൾ പറയും മോദിയെ പോലെ വൃത്തിയായിട്ട് ആരും ഇല്ലെന്ന് പറയും. ഇതെല്ലാം ഈ ജനങ്ങൾ കേട്ട് സഹിക്കണം. അവർ പറയണതാണ് ശരിയെന്ന് പറഞ്ഞ് ജനങ്ങൾ കേട്ട് ഇവര് പറയണൊക്കെ ജനങ്ങൾക്ക് സ്വന്തം അഭിപ്രായമില്ല. അവരിങ്ങനെ ഇവർ പറയുന്നൊന്നും കേട്ട് വിശ്വസിക്കുകയൊന്നുമില്ല. ശരി, ശ്രീ സതീഷ്, താങ്കളെ TV മ്യൂട്ട് ചെയ്യാത്തതുകൊണ്ടാണ് കൃത്യമായി സംസാരിക്കാൻ കഴിയാത്തത്. പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ ആവർത്തിച്ച് അഭ്യർത്ഥിക്കുകയാണ്, TV മ്യൂട്ട് ചെയ്ത ശേഷം വേണം പൊതുവേദിയിൽ ഫോണിൽ സംസാരിക്കാൻ. ശ്രീ ബൈജു ആണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ ബൈജു, താങ്കൾക്ക് പറയാം. ഹലോ, ശ്രീ ബൈജു, താങ്കൾക്ക് പറയാം. ഞാൻ പറയുന്നത് ഇത് നമ്മൾ ഇപ്പൊ ഈ രാഷ്ട്രീയം ആർക്ക് വേണേലും മാറായ. ഇപ്പൊ നമ്മള് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വന്ന് നമ്മളത് വിശ്വസിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് നിന്ന് രാഷ്ട്രീയത്തിൽ നിന്നും മാറി ചിന്തിക്കുമ്പോഴാണ് ഓരോരുത്തർ രാഷ്ട്രീയം മാറുന്നത്. വ്യക്തിപരമായിട്ട് മാറുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഈ മാറിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും വ്യക്തി രാഷ്ട്രീയത്തിന്റെ പുറത്ത് മാറുന്നതാണ്.
ശരി, ശ്രീ ഷൊർണൂരിൽ നിന്നും ശ്രീ എം പി മണി കൂടി ചേരുന്നുണ്ട്. ശ്രീ എം പി മണി, കഴിഞ്ഞ കുറച്ചു കാലമായി മുമ്പും രാഷ്ട്രീയത്തിൽ ആശയപരമായ തിരിച്ചറിവുകൾ കൊണ്ട് രാഷ്ട്രീയ മാറ്റം ഒരുപാട് കേരളത്തിൽ കണ്ടിട്ടുണ്ട്, അതും മഹാന്മാരായ നേതാക്കളുടെയൊക്കെ അടക്കം. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായി ഈ പാർട്ടി മാറ്റം പലതും കാണുമ്പോൾ സാധാരണക്കാരായ ഏത് മനുഷ്യനും മനസ്സിലാവും ഇത് ആശയപരമായ മാറ്റമല്ല, ഇത് സ്ഥാനമാനങ്ങൾ മോഹിച്ചുള്ള മാറ്റമാണ്. അവരെയൊക്കെ വലിയ സ്ഥാനങ്ങൾ കൊടുത്താണ് പല പാർട്ടികളും സ്വീകരിക്കുന്നത്. എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? അതില് ആദ്യം പറയാനുള്ളത്, കേരള രാഷ്ട്രീയത്തിന്റെ ഗുണനിലവാരം വട്ടപൂജ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ട്, താങ്കൾ പറഞ്ഞ ഈ ആശയപരമായ വിയോജിപ്പ്, ഇവർ ആശയപരമല്ല, ആശയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിയില്ല. ഇവർ ആശയപരമായ വിയോജിപ്പാണ് ഇവരുടെ കാര്യങ്ങൾ. അതായത് പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് വളരെ മാന്യതയുള്ള ഒരു സംസ്കാരമാണ്. നാടിന്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പഠിക്കുകയും അതിന് പരിഹാരം കാണുകയുമാണ് പ്രത്യയശാസ്ത്രം. അതാണെങ്കിൽ നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ഒരു ലക്ഷ്യം ഉണ്ടാകാവുള്ളൂ. ആ ലക്ഷ്യം പോയിട്ട് ഗ്രൂപ്പുകളെയും വ്യക്തികളെയും മക്കൾ രാഷ്ട്രീയവുമായിട്ട് ഇത് അടപ്പിച്ചിരിക്കുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോ ഒരു ഓട്ടോറിക്ഷ ഓടിക്കണമെങ്കിൽ ഓടിക്കാൻ പഠിക്കണം, ലൈസൻസ് എടുക്കണം, ഒരുപാട് കടമ്പകളുണ്ട്. ഇത് വിവരവും വിദ്യാഭ്യാസം എഴുത്തും വായന അറിയാത്തവരും രാവിലെ അലക്കി തേച്ച് ഒരു ഷർട്ട് മുണ്ടിട്ടവൻ അറിയാൻ രാഷ്ട്രീയ പ്രവർത്തകരായി. ഇവരൊക്കെ വിചാരിച്ച അവിടെ എന്തും നടക്കും. അതായത് വിവരവും വിദ്യാഭ്യാസവും നല്ല ചിന്തകളുമുള്ളവർ ഒന്നടക്കം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നതിന്റെ അപജയമാണ് ഈ കാണുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്നും ശ്രീ ബാബു കൂടി ചേരുന്നുണ്ട്. ശ്രീ ബാബു, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇന്നലെ വരെ ഒരു ആശയത്തിൽ ഉറച്ചു നിൽക്കുക, അത് വേണമെങ്കിൽ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ ആശയപരമായി മാറുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല, അത് ശരിയാണ് താനും. പക്ഷേ ഇപ്പോഴത്തെ ഈ മാറ്റത്തെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ അതെല്ലാം ആശയപരമായ തിരിച്ചറിവുകൾ കൊണ്ടുണ്ടായ മാറ്റമാണ് എന്ന്? സാറേ, അതെ, ഞാൻ കുട്ടനാട്ടുകാരനാണ്. ഞാൻ ചെറുപ്പം മുതൽ സ്വല്പം രാഷ്ട്രീയം ഉണ്ടായിരുന്ന ഒരാളുമാണ്. പക്ഷേ ഇപ്പം ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, മറ്റു കാര്യങ്ങളിലൊക്കെ ജോലിയിൽ പോകുന്നു സാധാരണ. പക്ഷേ ഇപ്പം രാഷ്ട്രീയത്തിന് മൂല്യം നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ സാമ്പത്തികത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തുകൊണ്ടാണ് ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിൽ 90% ഇത് തന്നെയാണ്. മറ്റൊന്നെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും രീതിയിൽ ആരെയും സ്വാധീനിച്ചോ എന്തെങ്കിലും മാനങ്ങളോ കിട്ടിക്കഴിയുമ്പോൾ അവർ അതിൽ നിന്ന് സമ്പാദിക്കുകയല്ല, അത് കോടികൾ 5 വർഷം കൊണ്ട് വരെ കോടികൾ സമ്പാദിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഇത്തരം വ്യക്തികൾ സമൂഹത്തിന് യാതൊരുവിധ സന്ദേശവും നൽകുന്നില്ല. അവർ നൽകുന്നത് അവരുടെ കുടുംബത്തിന്റെയും അവരുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരുടെയും സാമ്പത്തിക ഭദ്രതയും അവരുടെ നിലനിൽപ്പ് മാത്രമാണ് അവർ നോക്കുന്നത്. അതില്ലാതെ വരുമ്പോഴത്തേക്കാണ് അവർ അടുത്ത രാഷ്ട്രീയ പാർട്ടിയോട് പോകുന്നത്. ഇവർക്കൊന്നും ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മധു കൂടി ചെയ്യുന്നുണ്ട്, വിഴിഞ്ഞത്ത് നിന്നാണ്. ശ്രീ മധു, താങ്കൾ നേരത്തെ വിളിക്കാറുള്ള ആളാണോ പൊതുവേദിയിലേക്ക്? ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ആളാണ്. ശരി, എനിക്ക് പറയാനുള്ളത്, പറഞ്ഞോളൂ. നേതാക്കന്മാര് പാർട്ടി മാറുമ്പോൾ അവർക്ക് ലോട്ടറി തന്നെയാണ്, ഏറ്റവും വലിയ ലോട്ടറി തന്നെയാണ് അവർക്ക് അത് കിട്ടുന്നത്. പക്ഷെ അതിന്റെ കീഴിൽ നടക്കുന്ന പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കുന്ന നമ്മളെ പോലെയുള്ളവർക്ക് ആണ് നിരാശകൾ വരുന്നത്. ഞാനൊരു CPM ഒരു പാർട്ടിക്കാരനായിരുന്നു മുമ്പ്. അപ്പൊ ഇപ്പൊ ഇല്ല. ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ എടുക്കുന്നവര്, ഈ സരിനെ പോലുള്ളവരെയൊക്കെ എടുക്കുന്നവര് വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവര് പ്രവർത്തിച്ച് കാണിക്കണം. ഒരു വർഷമെങ്കിലും കുറഞ്ഞത് അവര് പ്രവർത്തിച്ച് കാണിച്ചിട്ട് വേണം അവർക്ക് അടുത്ത വരുന്ന ഇലക്ഷനിൽ ഒരു സീറ്റെങ്കിലും കൊടുക്കാൻ. അത് സന്ദീപ് ആയിരുന്നാലും ആരായാലും ഏത് പാർട്ടി മാറി വരുന്നവനും ഒരു വർഷമെങ്കിലും കാണിച്ചിട്ട് വേണം അവർക്ക് സീറ്റ് കൊടുക്കാൻ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ലിനീഷ് കൂടി ചേർന്നുണ്ട് കരുനാഗപ്പള്ളിയിൽ നിന്നും. ശ്രീ ലിനീഷ്, കരുനാഗപ്പള്ളി എവിടെയാണ്? ആലപ്പാട് പഞ്ചായത്തിലാണോ? ശരി, ഓക്കെ. ശ്രീ ലിനീഷ്, താങ്കൾ പറഞ്ഞോളൂ. സന്ദീപ് വാര്യരുടെ കാര്യം തന്നെ കറക്റ്റ് ആയിട്ട് പറയും. ഹലോ, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. അദ്ദേഹം ഈ പാർട്ടി മാറിപ്പോ അദ്ദേഹം മോദിയെ വിമർശിക്കുകയോ ഇല്ലയോ എന്ന് ആദ്യം ഒരു ഏതെങ്കിലും ഒരു ചാനലുകാർ ചോദിച്ചിട്ടുണ്ടോ? അതൊക്കെ ചോദിച്ചിരുന്നല്ലോ പലതവണ. അദ്ദേഹം തിരിച്ചു പറയുകയും ചെയ്തു. മോദി നേതാവാണോ അല്ല അയാള് കൊലപാതകയാണെന്നല്ല അല്ലാതെ കോൺഗ്രസ്സുകാർ പറയുന്നത്. മോദിയെ വിമർശിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു, അത് വേറെ വിഷയം. പുള്ളി സംസാരിച്ചിരുന്നു. അങ്ങനെ വിമർശിക്കുകയോ ഇല്ലയോ എന്നാണ് ആദ്യം ചോദിക്കേണ്ടത് അദ്ദേഹത്തിന്. അല്ല, വിമർശിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അത് ഒരാൾ വന്നവരപ്പോൾ അദ്ദേഹം മോദിയെയും BJPയും ഒക്കെ വിമർശിച്ച് സംസാരിച്ചൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ അത് ചോദിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, മോദിയെ വിമർശിക്കുവോ? ശരി, ഓക്കെ. എന്തായാലും ലിനീഷിന്റെ ചോദ്യം നമുക്ക് മറ്റൊരു പ്രേക്ഷകരുണ്ട്. ബൈജു ആണ്. ബൈജു പെരുമ്പലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബൈജു, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതെ, ഞാൻ ഒരു രാഷ്ട്രീയക്കാരെ ഞാൻ വിമർശിക്കാൻ വേണ്ടി വിളിച്ചതല്ലത്. നമ്മുടെ ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. പെരുമ്പളം ദ്വീപിൽ താമസിക്കുന്ന ഒരാളാണ്.
അപ്പൊ നമ്മുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനം എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പൊ അത് ഇപ്പോ നടക്കുന്നത് മുഴുവനും പൊതുപ്രവർത്തനമല്ല, സ്വയം പ്രവർത്തനമാണെന്നുള്ളതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോ വിളിക്കാൻ കാരണം. ഞാൻ ഇതുവരെ വിളിച്ചിട്ടുമില്ല, ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്തായാലും ശ്രീ ബൈജു ഇനി തുടർന്നും പൊതുവേദിയിൽ വിളിക്കുക. നമ്മൾ മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് പ്രേക്ഷകരോട് മാത്രം പറയുക എന്നതിന് വ്യത്യസ്തമായി പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോടും നാട്ടുകാരോടും പറയാനുള്ള ഒരു അവസരം എന്ന നിലയ്ക്കാണ് മറ്റ് ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായി പൊതുവേദി എന്നൊരു പരിപാടി നടത്തുന്നത്. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഏകപക്ഷീയമാവരുത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം. അതുകൊണ്ടാണ് പൊതുവേദി ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ നടത്തുന്നതും 1 മണിക്കൂറായി 4 മണി മുതൽ 5 മണി വരെ. നാളെ മുതൽ താങ്കളും ഇതിൽ വിളിക്കുക. സ്ഥിരമായി വിളിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഇതിൻ്റെ അങ്ങനെയുള്ള പ്രേക്ഷകർ ഇത്തരം അഭിപ്രായങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് മനുഷ്യർ നമ്മുടെ കേരളത്തിലുണ്ട്. താങ്കളും അതിൽ ഉൾപ്പെടുക. എന്തായാലും വളരെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നില്ല ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. ഭൂരിപക്ഷം പ്രേക്ഷകരും സമാനമായ അഭിപ്രായമാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ മാറ്റത്തിന് പിന്നിൽ പലപ്പോഴും ആശയപരമായ മാറ്റങ്ങളല്ല, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ മോഹിച്ചോ ഉള്ളതാണ്. ആശയപരമല്ല, ആമാശയപരമാണ് പല മാറ്റങ്ങളും എന്ന് തന്നെയാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറഞ്ഞത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.